ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദൈവവിശ്വാസത്തെക്കുറിച്ചാട്ടോ. എല്ലാവരും എന്നോട് ചെറുപ്പകാലം തൊട്ട് എന്നോട് ചോദിക്കാറുണ്ട്, ഏത് മതമാണ്, ഏത് ജാതിയാ എന്നെല്ലാം എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങനെ ഇന്നൊരു മതം, ഇന്നൊരു ജാതി അങ്ങനെ ഒന്നുമില്ല. ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ ഹിന്ദുവായിട്ടാണ്. പക്ഷെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ പണ്ട് തൊട്ടേ ക്രിസ്തീയ വിശ്വാസവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ പള്ളിയിലും പോവും, അതുപോലെ തന്നെ മുസ്ലിം പള്ളിയിലും പോവും, അമ്പലത്തിലും പോവും, എല്ലായിടത്തും ഞങ്ങൾ പോകുന്ന ആൾക്കാരാണ് കേട്ടോ. എല്ലാ പ്രാർത്ഥനയും അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാ പ്രാർത്ഥനയും ചെറുപ്പം മുതലേ ഞാൻ പഠിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കാറുമുണ്ട് കേട്ടോ. പക്ഷെ വിവാഹശേഷം ശരിക്കും ഞാൻ വെറുത്തു പോയത് മതമാണ് കേട്ടോ. ഒരു മതത്തിലും ഞാനിപ്പോൾ വിശ്വസിക്കുന്നില്ല, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ അപ്സ് ആൻഡ് ഡൗൺ ഒക്കെ വരുമ്പോൾ ദൈവത്തോട് പറയാറുണ്ട് കേട്ടോ, സംസാരിക്കാറുണ്ട്. അത് ഇന്ന മതത്തിൻ്റെ ദൈവം അല്ലെങ്കിൽ ഇന്ന ബ്രാൻഡ് ദൈവം എന്നൊന്നും ഞാൻ വിചാരിക്കാറില്ല. ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ എൻ്റെ മനസ്സിൽ തോന്നുന്ന രൂപത്തിന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിൽ. എല്ലാം വരുമ്പോൾ, എല്ലാം നല്ലത് വരുമ്പോഴും ചീത്ത വരുമ്പോഴും ദൈവമേ എന്നൊരു വിളി എപ്പോഴും ഉണ്ട്. ഇതൊക്കെ വന്നത് അല്ലെങ്കിൽ എനിക്ക് വന്നുകൂടിയ കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവം എനിക്ക് അങ്ങനെ തന്നില്ല ഇങ്ങനെ തന്നില്ല എന്നുള്ള ഒരു പരാതിയും എനിക്കില്ല കേട്ടോ. എനിക്കൊരു ആശ്വാസം, എന്താ പറയുക, സെൽഫായിട്ടൊരു റിലീഫ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾ. അത്രയും മാത്രമേ ഞാൻ ദൈവത്തിനെ കണ്ടിട്ടുള്ളൂ. നമുക്ക് സംസാരിക്കാൻ എന്ത് പറഞ്ഞാലും തിരിച്ച് ആഹാ എന്ന് കേട്ടുകൊണ്ടിരിക്കാൻ ഒരാൾ, അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ദൈവത്തിൽ അതൊരു റിലീഫാണ്, അത്രയേ ഉള്ളൂ. മതത്തിൽ നിന്ന് എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളാണ്. ജനിച്ചു വളർന്ന മതത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോഴും. പിന്നീട് ഞങ്ങൾക്ക് ക്രിസ്ത്യൻ വിശ്വാസത്തിലോട്ട് കൂടുതൽ വരാൻ കാരണം ഹസ്ബൻഡാണ്. കാരണം ഹസ്ബൻഡിൻ്റെയൊക്കെ വീട്ടിലെന്ന് പറഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസമായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ നിന്നതിലും അവിടെ കുറച്ച് നാൾ നിന്നതിലൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ, അവർക്കൊരു വിശ്വാസമല്ല, ദൈവത്തിലുള്ള വിശ്വാസമല്ല, അവർക്കൊരു ബ്രാൻഡിലുള്ള വിശ്വാസമാണ്. അതായത് ഈ മതത്തിലുള്ളൊരു ബ്രാൻഡ് ഉണ്ടല്ലോ, മതം ഒരു ബ്രാൻഡാക്കി മാറ്റിയിട്ടുള്ള ചില ആൾക്കാരുണ്ട്, അവരിലുള്ളൊരു വിശ്വാസം. അല്ലാണ്ട് ദൈവത്തിലല്ല അവർ വിശ്വസിക്കുന്നത്. ഞങ്ങളുടെ പള്ളിയിൽ ഇങ്ങനെ, ഞങ്ങളുടെ പള്ളിയിൽ അങ്ങനെ എന്നുള്ള രീതിയിൽ, അതായത് ആ വളച്ചൊടിക്കുവാണ് ആ മതത്തിനെ, അതുപോലെ തന്നെ അതിൻ്റെ നിയമങ്ങളെ എല്ലാം അവരുടെ ആവശ്യത്തിനനുസരിച്ച് വളച്ചൊടിക്കുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തീർത്തും വിശ്വാസം നശിച്ചു പോയി. തീർത്തും വിശ്വാസം നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ ദൈവത്തിനോടുള്ള വിശ്വാസം തന്നെ എനിക്ക് നശിച്ചു പോയിരുന്നു. കാരണം ദൈവമേ, നീ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ നിൻ്റെ പേരും പറഞ്ഞ ആൾക്കാർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, നീ കാണുന്നില്ലയോ എന്നുള്ളൊരു വിശ്വാസം എനിക്ക് അങ്ങ് ഉറച്ചു കേട്ടോ. കുറേ നാളൊന്നും ഞാൻ വിശ്വസിക്കാണ്ടായിരുന്നു. കുറേ വർഷങ്ങൾ, എനിക്കൊന്ന് വിവാഹം കഴിഞ്ഞൊരു 7 മാസം പേടിച്ച് ഞാൻ വിശ്വസിച്ചിരുന്നു. കാരണം ഇവരെ പേടിച്ചിട്ട് എനിക്ക് വിശ്വസിച്ചേ പറ്റൂ, തീവ്ര വിശ്വാസികളാണ്. അപ്പോൾ എനിക്ക് വിശ്വസിക്കാണ്ട് ആ വീട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് ആ ഒരു വിശ്വാസം ഭയമായി മാറി. എന്താ പറയുക, ഒരു പീഡനം പോലെ. നമുക്ക് ഒരു വിശ്വാസം ഒരു പീഡനമാവുക എന്ന് വെച്ചാൽ എന്താ അവസ്ഥ? അപ്പോൾ ആ ഒരു വിശ്വാസം അങ്ങനെ എനിക്ക് വലിഞ്ഞു മുറുകുന്ന പോലെ, എൻ്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാണ്ടാക്കുന്ന പോലെ എനിക്കൊന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി. എനിക്ക് ഒരു വിശ്വാസം വേണ്ട, എനിക്കൊരു ദൈവം വേണ്ട, എനിക്ക് ഞാൻ മാത്രം മതി എന്നുള്ളൊരു സെൽഫ് വിശ്വാസങ്ങളും കാര്യങ്ങളും, എനിക്കൊരു ആത്മധൈര്യം, അത് മതിയെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അതോടുകൂടി ഞാൻ പരിപാടി നിർത്തി. ഞാൻ ഒരു ദൈവത്തിലും വിശ്വസിക്കത്തില്ല, ഇനി ഒന്നിലും വിശ്വസിക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ പോവുമായിരുന്നു. അങ്ങനെ ഒരു കാലത്താണ് എനിക്ക് അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡൊക്കെ ഗൾഫിലോട്ട് തിരിച്ചു പോയൊരു സമയം വന്നിരുന്നു കേട്ടോ. കാരണം ഞാൻ വിചാരിച്ചില്ല, കാരണം അദ്ദേഹത്തിൻ്റെ തണലിൽ ജീവിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അദ്ദേഹം ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകയിൽ ഇങ്ങനെ നിഴലിൻ്റെ പറ്റി ജീവിക്കുന്ന ആൾ. പെട്ടെന്ന് അയാൾക്ക് വിദേശത്തേക്ക് പോകേണ്ടി വന്നപ്പോൾ ആ വീട്ടിൽ ഞാൻ അങ്ങ് തനിച്ചായിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യ. ഈ തീവ്ര വിശ്വാസികൾ അതങ്ങനെ. എനിക്കാണെങ്കിൽ ജോലിക്ക് പോകാനുണ്ട്, എനിക്കാണെങ്കിൽ ശാരീരികമായിട്ട് തീരെ അവശതയാണ്. എനിക്കൊരു അബോർഷൻ എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞാൽ വീട്ടിലങ്ങ് റെസ്റ്റ് അല്ല, എനിക്ക് ജോലിക്ക് പോകണം. ഞാൻ അബോർഷൻ കഴിഞ്ഞിട്ട് ഒരു ആഴ്ച പോലും ആവണേക്കാൻ മുമ്പ് അവരെ വീണ്ടും ജോലിക്ക് വിട്ടേക്കുവാണ്. അപ്പോൾ ഞാൻ ജോലിക്കും പോകുന്നുണ്ട്, എൻ്റെ ശരീരമാണെങ്കിൽ വീക്കായി വരുന്നു. ഇവരെന്നെ ഹോസ്പിറ്റലിലും കൊണ്ടുപോകുന്നില്ല, എനിക്കാണെങ്കിൽ അമിതമായിട്ട് ബ്ലീഡിങ്. അങ്ങനെ ഞാൻ ആകെ അവശതയായി. എനിക്കാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്തും വിളിച്ച് പറയാൻ പറ്റത്തില്ല. ഞാൻ ഈ കഷ്ടതകളൊക്കെ വിളിച്ച് പുള്ളിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആകെ എന്താ പറയുക, ഇനി രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതും നഷ്ടപ്പെടും എന്നുള്ളൊരു പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. മാത്രമല്ല ഇവരും പറയും, നീയല്ലേ വിളിച്ച് വരുത്തിയത്, അവൻ വിളിച്ച് വരുത്തിയില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ പറയുക, വീണ്ടും എന്നെ കൂടുതൽ കുറ്റക്കാരിയാക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഞാനത് സഹിച്ച് അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു ഘട്ടമായി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് സഹിക്കാൻ പറ്റാണ്ടായി കേട്ടോ. എനിക്കിനി വയ്യ ദൈവമേ, എനിക്കിനി വയ്യ. കാരണം ഇവരെന്നെ പള്ളിയിലൊക്കെ പോകുന്നത് നല്ലതാണ്, പക്ഷേ ഒരാൾക്ക് മനസ്സമാധാനം കിട്ടാൻ കുറച്ച് നേരം വീട്ടിലിരിക്കേണ്ടി വരുവാണെങ്കിൽ അവരെ വീട്ടിലിരുത്തുകയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കണം. അങ്ങനെ സിറ്റുവേഷൻ ആണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുത്തുക ചെയ്യേണ്ടത്. പക്ഷേ ഇവരങ്ങനല്ല,
ഈ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ അവരെന്നോട് 24 hours പ്രാർത്ഥിക്കുക. അതായത് രാത്രി ഉറങ്ങാനും സമ്മതിക്കത്തില്ല. രാവിലെ വെളുപ്പിനൊക്കെ എണിപ്പിച്ച് എന്നെ പ്രാർത്ഥിപ്പിക്കുക. ഒരു 4 മണിക്കൊക്കെ എണിപ്പിച്ച് പ്രാർത്ഥിക്കാന്ന് ചോർന്ന് ഓർത്ത് നോക്കി. ഹസ്ബൻഡ് പോയ ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഉറങ്ങുന്ന തന്നെ 4 മണിക്കാണ്. കാരണം എനിക്ക് ഒറ്റയ്ക്ക് കിടന്നൊന്നും പരിചയമില്ല. എനിക്ക് ആ വീട്ടിൽ ആകെ പേടിയാണ്. ഒന്നാമത്തേന് ഒരു വലിയ വീട്ടിൽ മുകളിലത്തെ നിലയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ആകെ പേടിയാണ്. പുതിയൊരു സ്ഥലം, പുതിയൊരു വീട്, ഒറ്റയ്ക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു കാലഘട്ടം മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ. അപ്പോൾ ഞാൻ ഉറങ്ങണത് തന്നെ 4 മണിക്കാണ്. അപ്പോൾ ഇവരെന്നെ വിളിച്ചെടുപ്പിക്കുന്നത് 4 മണിക്കാണ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കം വരത്തില്ല. പിന്നെ എനിക്ക് കുളിച്ച് റെഡിയായി എങ്ങനെയും ഓഫീസിലോട്ട് പോകണം. എനിക്ക് അങ്ങനെയുള്ള ടെൻഷനും കാര്യങ്ങളുമാണ്. അതുമാത്രമല്ല രാത്രി ഇതുപോലെ തന്നെ നമ്മളൊന്ന് ജോലി കഴിഞ്ഞൊന്ന് ഒന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ പണികളുണ്ടാവും, അത് ചെയ്ത് തീർക്കാനോ ഒന്നിനും ഇരുന്ന് സമ്മതിക്കത്തില്ല. ഞാൻ വരുന്നത് തന്നെ ആ വീട്ടിലായിട്ട് എത്തുമ്പോൾ തന്നെ 6:30-7 മണിയുടെ അടുപ്പിച്ചാവും. കാരണം അത്രയും ദൂരെയാണ് ഞാൻ ദൂരെയല്ല, അവിടെ ബസ് കിട്ടാത്തൊരു റൂട്ടാണത്. ഒരു വില്ലേജ് ടൗൺ ആണ്. അപ്പം എനിക്ക് ബസ് കിട്ടത്തില്ല. അപ്പോൾ ബസ്സൊക്കെ പിടിച്ച് ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് 7 മണിയാവും. അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായി കഴിഞ്ഞാൽ എനിക്കൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. അതിന് മുമ്പ് വീണ്ടും ഒരു പ്രാർത്ഥന. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന എനിക്കങ്ങ് ഭയവും എനിക്കങ്ങ് പീഡനമായി മാറി. പ്രാർത്ഥന പീഡനമാവാന്ന് വെച്ചാൽ നമ്മൾ അമിതമായിട്ട് അതാവുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും. ആ സമയത്തെന്ന് പറഞ്ഞാൽ എനിക്ക് 21-22 വയസ്സേ ഉള്ളൂ. എൻ്റെ ഭർത്താവും പോയേക്കുന്നത്. എനിക്ക് എൻ്റെ ഭർത്താവിനൊന്ന് വിളിക്കാനോ അല്ലെങ്കിൽ എനിക്കൊരു ആശ്വസിക്കാൻ, സ്വയം ഒന്ന് സെൽഫായിട്ടൊന്ന് ആശ്വസിക്കാൻ പോലും ഇവർ സമാധാനം തരത്തില്ല. മാത്രമല്ല എൻ്റെ ഹെൽത്ത് മോശം. എനിക്കാണ് ബ്ലീഡിങ്. ഇവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക, അബോഷനായി ഇതുപോലെ ഇങ്ങനെ ബ്ലീഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്. എനിക്കിനി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടാൽ അതിന് എന്താ വേണ്ടതെന്നുള്ള ട്രീറ്റ്മെൻറ്റ് പോലും ഇവർ ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. അപ്പോൾ എനിക്കറിയാം ഓൾമോസ്റ്റ് ഞാൻ ഇവിടെ കിടന്ന് ചത്തുപോകും, ഇവിടെ കിടന്ന് ചാവത്തേ ഉള്ളൂ. ഞാനിങ്ങനെ ബ്ലഡ് വാർന്ന് ഇവിടെ കിടന്ന് ചാവത്തേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഒരു സ്ഥലത്ത് തന്നെ ഇരുത്താനും പോലും സമ്മതിക്കത്തില്ല. അവിടെ സോഫയൊക്കെ ഉണ്ട്. എനിക്ക് ബ്ലീഡിങ് ആണെന്നും എനിക്ക് അബോഷൻ ആയതാണെന്ന് ഇവർക്കറിയാം. എന്നെ കാണുമ്പോൾ തന്നെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളാന്ന് ഓർക്കണം. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ സ്ത്രീയാണ്. അവർ പറയുവാണ് ഞാൻ അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ബ്ലഡിൻ്റെ മണവാ എന്നെയെന്ന്. ബ്ലഡിൻ്റെ മണവാ, ഞാൻ അബോഷനായിട്ടിരിക്കുന്ന ഒരാളാണ്, ബ്ലഡിൻ്റെ മണം ഉണ്ടാവും എന്നും പറഞ്ഞ് നിലത്താണോ ഇരിക്കുന്നത്. അവരുടെ മരുമകളല്ലേ ഞാൻ. എന്നെ നിലത്തായിരുത്തുന്നത്. നീ നിലത്തിരുന്നോ. അപ്പോൾ എനിക്ക് ഇരുന്നല്ലേ പറ്റൂ, എവിടെയെങ്കിലും ഒന്ന് ഇരുന്നല്ലേ പറ്റൂ. ഞാൻ അവിടെ ഇരിക്കും, നിലത്തിരിക്കും. ആ ഹാളിൽ എല്ലാവരും ഇതിനകത്ത് സോഫയിലിരിക്കുമ്പോൾ ഞാൻ നിലത്തിരിക്കും. അതുമാത്രമല്ല, വണ്ടി പോകണ്ടാണ് കേട്ടോ സംസാരിക്കരുത്. അതുമാത്രമല്ല, ഞാൻ കിടക്കുമ്പോൾ ബെഡുമ്പോൾ സ്മെല്ലാവുമെന്ന് പറഞ്ഞിട്ട് പുറത്തെവിടെയോ പഴയ ഒരു കട്ടിൽ കിടന്നൊരു കമ്പിക്കട്ടിൽ കൊണ്ടുവന്നത് അവരുടെ വലിയ വീട്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് അവിടെ തൊട്ടടുത്ത് നല്ല ബെഡും മെത്തയൊക്കെ കിടക്കണ്ടെന്ന് ഓർക്കണം. ഈ കമ്പിക്കട്ടിൽ, ഈ തുരുമ്പ് പിടിച്ച കമ്പിക്കട്ടലിൽ ഇപ്പം അങ്ങനത്തെ കട്ടിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. കമ്പിക്കട്ടലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വള്ളി ഇങ്ങനെ മുറുക്കിയ ഒരു ഇതാണ്. അതങ്ങ് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് സുഖമല്ലാണ്ടിരിക്കുന്നത്. കിടന്നു കഴിഞ്ഞാൽ അങ്ങ് ഞാലി താഴോട്ടങ്ങ് പോകും. അപ്പം എനിക്ക് കേൾക്കാം, ഇവിടെ നിന്ന് പുറത്തു നിന്ന് എല്ലാവരും സംസാരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് കേൾക്കാം. ഞാൻ മരിച്ചു കിടക്കുമല്ലോ, എനിക്ക് കേൾക്കാം എന്നെക്കുറിച്ച് പറയുന്നതും എല്ലാം. എൻ്റെ വീട്ടിൽ നിന്നും ആർക്കും വരാൻ പറ്റത്തില്ല. ഇത്രയും ദൂരെ നിന്നും എൻ്റെ സിറ്റുവേഷൻ എന്താണെന്നും ആർക്കും അറിയത്തില്ല. പ്രാശാൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് അടിച്ച് പുറത്താക്കിക്കൊണ്ട് അവരിനി ഒരിക്കലും വരത്തുമില്ല. അതുകൊണ്ട് എനിക്കിത് സഹിച്ചേ പറ്റൂ. കാരണം ഇനി എനിക്ക് പോകാനൊരിടവില്ല. എൻ്റെ വീട്ടിലോട്ട് ഇനി തിരിച്ചു ചെല്ലാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു ആശ്വാസമല്ല, എനിക്കങ്ങ് ഭ്രാന്ത് വരുന്നൊരവസ്ഥയായി. എനിക്കൊന്ന് സ്വയം എന്നെ ഒന്ന് വൃത്തിയാക്കി എടുത്ത് എനിക്കൊന്ന് ഇരിക്കാനോ എനിക്കൊന്ന് സമാധാനത്തിലിരിക്കാനോ ഇവരെന്നെ സമ്മതിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവരെ എന്നേക്കുമായിട്ട് എന്നെ പോച്ച് ഓടിക്കാനോ അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്ത് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ ആണെന്ന് തോന്നുന്നു എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്. ലാസ്റ്റ് ഞാൻ തീരുമാനിച്ചു. സൺഡേ ആയപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഏതോ ഒരു സൺഡേ, ഞാൻ ഓർക്കുന്നില്ല ഏത് സൺഡേ ആണ്. എന്തായാലും ഭർത്താവ് പോയിട്ട് കുറേ ഒന്നും ആയിട്ടില്ല, കുറച്ചേ ആയിട്ടുള്ളൂ. ഞാൻ അതിനകത്തുനിന്ന് അങ്ങ് മുക്തി ആയിട്ടില്ല, എനിക്കങ്ങ് ഓക്കെ ആയിട്ടില്ല. ഹസ്ബൻഡ് പോയി, എനിക്കങ്ങ് അതങ്ങ് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഇവരുടെ കുത്തുവാക്കും ഇവരുടെ പീഡനവും എല്ലാം കൊണ്ട് എനിക്കങ്ങ് ഓക്കെ ആവുന്നില്ല. ആ വീട് തിരിച്ച് വേറെ എവിടെയും പോകാൻ എനിക്കില്ല. ആ നാട്ടിൽ ഒരാളെ എനിക്ക് അറിയത്തില്ല. എന്നോടായാലും സംസാരിച്ച ഉടനടി അവരായിട്ട് പിന്നെ വഴക്കും ബഹളമാണ്. അതുകൊണ്ട് പേടിച്ച് ആരും എൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വരത്തില്ല. അവരുടെ അടുത്ത് ഓടിച്ചൊന്ന് വഴക്കുണ്ടാക്കും. അതുകൊണ്ട് എല്ലാവരും ഒരു അകലം വലിച്ച് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അവിടെ ഹെൽപ്ലെസ് ആണ്. എനിക്ക് ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് തന്നെ ചെയ്തിരുന്നെങ്കിൽ, എനിക്ക് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഇത്ര ദിവസം നിഴലായിട്ട് നിന്ന പോലെ ആരെങ്കിലും നിന്നിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നും പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വയ്യ എന്നെ കൊണ്ട്. ഒരു സൺഡേ ഇതുപോലെ തന്നെ അവരെന്നോട് പറഞ്ഞു, നീ പള്ളിയിൽ പോകണം, ഒരുങ്ങി പള്ളിയിൽ പോകണം. അവർ വേറെ പള്ളി, ഞാൻ വേറെ പള്ളിയാണ്. ഇവരുടെ പള്ളിയിൽ എന്നെ കൊണ്ടുപോകത്തില്ല, കയറ്റാൻ പറ്റത്തില്ല എന്നാണ് അവർ പറയുന്നത്. അവർ പൂഴിക്കാടുള്ളൊരു പള്ളിയാണ്. അപ്പം ഞാൻ പൂഴിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു പള്ളിയാണ് കേട്ടോ. അപ്പം ഞാനിതുപോലെ
വേറൊരു പള്ളിയാണ് കുറമ്പാലം, നമ്മുടെ ആ ഒരു ചെറിയൊരു പള്ളിയിലാണ് ഞാൻ പോകുന്നത്. എന്നെ ആ പള്ളി കയറ്റിക്കഴിഞ്ഞാൽ ഇവർക്ക് നാണക്കേടാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോണ പള്ളിയിൽ കൊണ്ടുപോകത്തില്ല. സാധാരണ എന്താ, നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്ന പള്ളിയിലല്ലേ കൊണ്ടുപോവുക, അത് സ്വന്തം മരുമോളെ വേറെ എല്ലാ പള്ളിയിലോട്ട് വിടുവോ? എന്നിട്ട് ഇവർ അംഗീകരിച്ചിട്ടില്ലെന്ന് അതിനർത്ഥം. എന്നിട്ട് നീ വേറൊരു പള്ളിയിൽ എന്നെ ആക്കി തന്നിട്ടുണ്ട്, വേറെ ആളെ വിളിച്ച് ആക്കി തന്നിട്ടുണ്ട്, ഞാൻ ആ പള്ളിയിലാണ് പോകുന്നത്. എന്നോട് അവർ കുളിച്ച് രാവിലെ തന്നെ അമ്മായിയമ്മയും പിന്നെ മൂത്തൊരു നാത്തൂനുണ്ട്, അപ്പോൾ അവരും കൂടി പള്ളിയിൽ പോവുകയാണ്. പള്ളിയിൽ പോയി 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ പോകും, ബസ് വരും, അവർ പോകും കേട്ടോ. അവരുടെ കുറേ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്, പള്ളിയിൽ പോകുന്ന റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. അവരെല്ലാവരും പോയി എന്നോട് പറഞ്ഞു നീ പള്ളിയിൽ പോകണം. എന്നെ ഒരു ഞായറാഴ്ച, എനിക്ക് ആ ഒരു ഞായറാഴ്ച ഉള്ളൂ ലീവ്, അന്ന് പോലും വീട്ടിലിരുത്തത്തില്ല. അന്ന് ഞാൻ തീരുമാനിച്ചു എനിക്കിനി വയ്യ, എനിക്ക് പറയാൻ ഒരാളില്ല. ഹസ്ബൻഡിൻ്റെ അടുത്ത് എനിക്ക് പറയാൻ പറ്റത്തില്ല, ഹസ്ബൻഡ് ഭയങ്കര ചൂടനാണ്. അപ്പം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇത് കേട്ടറിഞ്ഞ് ഉടനടി ഇങ്ങോട്ട് എങ്ങാനും വന്നു കഴിഞ്ഞാൽ അതും എൻ്റെ തലയിലും ആവും. അപ്പം ഞാൻ എന്നെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല, എൻ്റെ വീട്ടിൽ വിളിച്ച് പറയാൻ പറ്റത്തില്ല. വീട്ടിൽ വിളിച്ച് പറഞ്ഞാൽ നീ ഉണ്ടാക്കിയ ബന്ധമല്ലേ, അത് മാത്രമല്ല ഞങ്ങൾക്ക് ഓടി വരാൻ പറ്റുമോ, ഇത്രയും ദൂരെയല്ലേ, അവർ ഞങ്ങൾ അവിടെ കയറ്റുമോ, ഞങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു തോട്ടാണ് വീട്ടുകാർക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ആരുമില്ല, എന്നെ രക്ഷിക്കാൻ ഇനി ഒരു ദൈവവും വരത്തില്ല, എന്നാൽ പിന്നെ മരിച്ചേക്കാം. മാത്രമല്ല എൻ്റെ ശരീരവും കുറച്ച് നഷ്ടപ്പെട്ടു തുടങ്ങി, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു തുടങ്ങി. ഇവിടെ കിടന്ന് പുഴുത്ത് മരിക്കുന്നേക്കാളും ഭേദമല്ല ഒറ്റയടി നമുക്കങ്ങ് മരിച്ചു കളയാം. കാരണം എനിക്ക് അത്രയും വയ്യ, എൻ്റെ ഒരറ്റത്തോടെ ബ്ലീഡിങ് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ 10 പൈസയും ഇല്ല. കാരണം എൻ്റെ സാലറി മൊത്തം ഇവരാണ് മേടിച്ചെടുക്കുന്നത്. എനിക്കിനി പോകണമെങ്കിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ എൻ്റെ കയ്യിൽ 10 രൂപ അവരുടെ അടുത്തുനിന്ന് കെഞ്ചി വാങ്ങിച്ചിട്ട് വേണം എനിക്ക് പോകണമെങ്കിൽ. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് മതിയായി എനിക്ക്. എന്നാൽ പിന്നെ ഫാനിലൊന്നും എത്തത്തില്ല, വിഷം എനിക്കറിയത്തില്ല, വിഷം ഇനി അവിടെ ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൃഷിക്കാരൊക്കെ അല്ലേ, അപ്പോൾ വിഷം ഉണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് അറിയത്തില്ലല്ലോ ഇവിടാന്ന്. എന്നാൽ പിന്നെ വല്ല വെള്ളത്തിനും ചാടി മരിക്കാമെന്ന് വെച്ചാൽ വെള്ളമൊന്നും ഉള്ള പ്രദേശം എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഒരു വീടും പിന്നെ ആ ജോലി സ്ഥലവും വീടും അത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അവിടെ നിന്ന് ഇവിടെയും വരെ പോകാനേ എനിക്ക് അറിയത്തുള്ളൂ. വേറെ എങ്ങും എനിക്ക് വേറെ ഒരു ബന്ധുക്കളെ അറിയത്തില്ല, വേറെ ഒന്നും അറിയത്തില്ല അവിടെ. അങ്ങനെ ആയപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, കെട്ടി തൂങ്ങി അങ്ങ് മരിച്ചു കളയാം. കാരണം എനിക്ക് ബാത്റൂമിൽ പോകാൻ പോലും ഇവർ അനുവദിക്കത്തില്ല. ബാത്റൂമിൽ പോകാൻ വരെ ഒരു പെർമിഷൻ വേണ്ട ഒരു അവസ്ഥ, അതെന്തായിരിക്കും? കാരണം ഞങ്ങളുടെ മുകളിലത്തെ ബാത്റൂം ഒന്നും നന്നാക്കിയിട്ടില്ല, ഒറ്റൊരു ബാത്റൂം ഉള്ളൂ, അതും ബാത്റൂം നന്നാക്കിയിട്ടില്ല. താഴെ വന്നിട്ട് വേണം ബാത്റൂമിൽ പോകാൻ. ഞാൻ ബാത്റൂമിൽ പോകുമ്പോൾ, ഞാൻ ആഹാരം കഴിക്കുമ്പോഴോ ഒക്കെ എന്നെ ഇവരിങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക. തുറച്ചു നോക്കുക മാത്രമല്ല എനിക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നമ്മളങ്ങ് കംഫർട്ടല്ലാണ്ടാവും. നമ്മളെന്തോ തെറ്റ് ചെയ്യുവാണോ, ഞാൻ തെറ്റ് ചെയ്യുവാണോ എന്നുള്ളൊരു ഫീലാണ് എനിക്ക്. നമ്മൾ നോർമൽ അവർ ചെയ്യും പോലെ തന്നെ കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത്, പക്ഷെ ഇവരുടെ ഈ തുറച്ചു നോട്ടവും ഇവരുടെ ഒരുമാതിരിയുള്ള സംസാരവും, നമ്മളാ വീട്ടിൽ പുതിയതല്ലേ, അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു കൺസിഡറേഷൻ ഒന്നും തരണ്ടേ, അതുപോലും ഇല്ലേ. എന്നാൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വേണ്ടിയില്ല, ആ വീട്ടിൽ സകല പണിയും ഞാൻ ചെയ്യുന്ന ആളാണ്, സകല ജോലിയും ചെയ്യാൻ ഞാൻ തയ്യാറാണ്, ജോലിക്ക് പോകാൻ തയ്യാറാണ്. എൻ്റെ സ്ഥാനത്ത് ഒരു മരുമോൾ അവിടെ ഉണ്ട്, അവൾക്കൊരു ജോലി അറിയത്തില്ല, കമ്പയർ ചെയ്താൽ പോലും ബെറ്റർ ഞാനാണെന്ന് എനിക്ക് തന്നെ അറിയാം. അവിടുത്തെ എല്ലാ ജോലിയും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഞാൻ പുറത്തുപോയി ജോലി ചെയ്ത് 10,000 രൂപ അവരെ കയ്യിലേക്ക് കൊടുക്കും ഞാൻ മേടിച്ച്. എനിക്ക് എന്തിൻ്റെ ഭ്രാന്താ, എനിക്ക് ആ സാലറി കൊണ്ട് എനിക്ക് എൻ്റെ ജോലിക്ക് ഉണർത്തിന്ന് ആ സാലറി മേടിച്ച് എനിക്ക് ഹോസ്പിറ്റലിൽ പോയാൽ മതി. എന്നിട്ട് പോലും ഞാൻ ഇതെല്ലാം മേടിച്ച് ഇവരെ കൈ കൊണ്ട് കൊടുക്കുക. ഇവരോട് പറയാണ്ട് ഒരു 50 പൈസ പോലും ഞാൻ അതിനകത്ത് എടുക്കുന്നില്ല. അപ്പം എനിക്കാണ് അടി കിട്ടേണ്ട സോക്കേടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഈ ഒരു സ്വഭാവം മാറ്റാനൊന്നും എനിക്ക് പറ്റത്തില്ല, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലോ, എനിക്കിങ്ങനെ ആരെയും വേദനിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ചത്തളയാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത്, എന്നാൽ പിന്നെ ഇന്ന് പോകണ്ട, ഞാൻ അപ്പോൾ ഇങ്ങനെ റൂമൊക്കെ അടച്ച് ഞാൻ തയ്യാറായി. ഇന്നിപ്പം മരിച്ചിട്ടുള്ളൂ കാര്യം, ഇന്നും മരിക്കാം, അല്ലാണ്ട് വേറെ രക്ഷയില്ല. അങ്ങനെയൊക്കെ വിചാരിച്ച് രാവിലെ ഹസ്ബൻഡിനെയൊക്കെ വിളിച്ചു. രാവിലെ തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവിടെ. രാവിലെ തന്നെ ഞാൻ ഒരു 6 മണിയാകുമ്പോൾ ഞാൻ ഉറക്കത്തിൽ നിന്ന് എനിക്ക് അവിടെ ചെല്ലാറു. ആ കിച്ചണിലോട്ട് ചെന്നപ്പോൾ തന്നെ എന്നെക്കുറിച്ച് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടത്. അതായത് ഞാൻ തലേ ദിവസം പോലും ഞാൻ ജോലിക്കൊക്കെ പോയിട്ട് ഞാൻ ഇവരുടെ കൂടെ പയറൊക്കെ ഒടിക്കാൻ പോയതാണ്. കൃഷിയാണ് അവിടെ വീട്ടിൽ. അപ്പോൾ പയറൊക്കെ ഒടിക്കാൻ പോയി ഞാൻ ഇവരുടെയൊക്കെ കൂടെ ഈ സമയമില്ലാത്ത സമയത്ത് ഇതെല്ലാം ചെയ്യാൻ ഞാൻ പോകുന്നുണ്ടെന്ന് ഓർക്കണം. അതിനെല്ലാം ഞാൻ പോയേച്ചും പയറെല്ലാം ഓടിച്ച് എനിക്കത് സന്തോഷമാണ്. എനിക്ക് എൻ്റെ വീട്ടിലും കൃഷിയൊക്കെ ഉള്ള വീടാണ്, അപ്പോൾ എനിക്കത് സന്തോഷമാണ്. ഈ പയർ ഓടിക്കാൻ പോകുന്നതും കൃഷി ചെയ്യുന്നതും വെള്ളം ഒഴിക്കുന്നതും എല്ലാം എനിക്ക് സന്തോഷമാണ്. ഞാൻ അപ്പൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ ചെയ്ത് ഓടിക്കാനൊക്കെ പോയിട്ടോ, ഞങ്ങൾ 3 പേരും കൂടിയാണ് പോയേ, അച്ഛനും അമ്മയും ഞാനും കൂടിയാണ് പോയേ, എനിക്ക് സന്തോഷമാണ് എന്ന് ഞാൻ പറഞ്ഞു ഹസ്ബൻഡിൻ്റെ അടുത്ത്. അപ്പോൾ ഇത് എവിടെയോ പറ്റി നിന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് രാത്രി സംസാരിക്കുന്ന സംസാരം പറ്റി നിന്ന് എവിടെ നിന്നോ കേട്ടു ഇവർ. അപ്പോൾ ഈ മൂത്ത മരുമോളും ഈ അമ്മായിമ്മയും കൂടി സംസാരിക്കുവാണ് അടുക്കളയിൽ നിന്നേച്ചും. എന്തുവാ എൻ്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കുന്നത്. ആകെ 2 പ്രാവശ്യമാണ് എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളൂ. 2 തവണ ഇവരെ അടിച്ചു ഓടിച്ച് വിട്ടിട്ടുണ്ട്. അവരെ കണ്ടിട്ട് പോലുമില്ല, അവരോട് നേരിട്ട് സംസാരിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അകലെ നിന്ന് 10 അടി അകലെ നിന്ന് മാത്രമുള്ള പരിചയമേ ഉള്ളൂ.
അപ്പം ഇവർ അതും രകളയായിട്ട് എൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് മിണ്ടാണ്ട് ഇറങ്ങി പോവുക ചെയ്തതെന്ന്, അമ്മയും അച്ഛനും. അപ്പോൾ ഇവർ പറയും, അമ്മായിമ്മയും മരുമോളും കൂടി ഇരുന്നിട്ട് പറയുവാണ്, എൻ്റെ അമ്മയുടെ സ്വഭാവമായിരിക്കും എനിക്ക്. പിന്നെ അമ്മയുടെ സ്വഭാവമല്ലേ ഒരു മക്കൾക്ക് ഉണ്ടാവുക, അമ്മയുടെ സ്വഭാവമല്ലോ മക്കൾക്ക് ഉണ്ടാവുക. അതിനകത്ത് എന്താ തെറ്റുള്ളത്? അവർക്കും മക്കളില്ലേ, ആ മക്കളുണ്ട് അവർക്ക്, അവരുടെ സ്വഭാവമല്ലേ ആയിരിക്കും ആ മക്കൾക്ക് ഉണ്ടാവുക. അപ്പം അതിനിപ്പോൾ എന്താ ഇത്രയുള്ള തെറ്റ്? അത് സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുക, മോശ സ്വഭാവമായിരിക്കും, അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും. അങ്ങ് പറഞ്ഞങ്ങ് വെക്കുവാണ്. എന്നെ വല്ലാണ്ട് ഇവരങ്ങ് പരിചയപ്പെടാൻ പോലും ശ്രമിച്ചിട്ടില്ല. ഞാൻ എന്താണ് ഏതാണ് എങ്ങനെയാണെന്ന് പോലും ഇവർ ശ്രമിച്ചിട്ട് പോലും ഇല്ലാത്ത വ്യക്തികൾ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് എനിക്ക് കേട്ട ഭാവം എനിക്ക് നടിക്കാൻ പറ്റത്തില്ല. ഞാൻ യാദർച്ഛികമായിട്ട് അടുക്കളയിലോട്ട് ചെന്നതാ. രാവിലെ എണീച്ച് പല്ലൊക്കെ തേച്ച് ഞാൻ കുളിച്ച് അടുക്കളയിലോട്ട് കയറാൻ വേണ്ടി ചെന്നതാ. അപ്പോഴാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കണേ. അന്നേരം എനിക്കങ്ങ് വിഷമമായി. ഞാൻ തിരിച്ച് ഇവരെ അറിയണ്ട, ഞാൻ കേട്ടെന്നുള്ളത് അറിയണ്ടെന്ന് വെച്ചാൽ തിരിച്ച് കയറിപ്പോയ ആളാണ് ഞാൻ. അവിടെ ഇരുന്ന് പൊട്ടി കരഞ്ഞു. പൊട്ടി കരഞ്ഞല്ലാണ്ട് കുറേ എന്നെക്കുറിച്ച് നെഗറ്റീവായിട്ട് ഇതൊക്കെ പറയുക. അത് ഞാൻ പിന്നെ ഒരു 6:30 ഞാൻ തിരിച്ച് വീണ്ടും കിച്ചണിലോട്ട് ചെന്നു. ഞാൻ ഇതൊന്നും അറിയാത്ത മട്ട് കേട്ടോ, കരഞ്ഞ് എനിക്കങ്ങ് തളർന്നു പോയി ഞാൻ ആ സമയം. എന്നിട്ട് ഞാൻ അടുക്കളയിൽ ചെന്നു. ഞാൻ സാധാരണ പോലെ തന്നെ അവരുടെ അടുത്ത് ചിരിച്ച് വർത്താനം പറഞ്ഞു. ഞാൻ എൻ്റെ പണികളെല്ലാം നോക്കി. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അവർ പള്ളി പോകാൻ റെഡിയായി. ഞാൻ എന്നോട് പറഞ്ഞു പള്ളി പോകണം എന്ന് പറഞ്ഞു എന്നെ ഇതാക്കി. ഞാനും എന്നാൽ ശരിയെന്ന് പറഞ്ഞ് യാത്രയാവാൻ വേണ്ടി ഞാൻ പോയി. ഞാൻ റൂമിനകത്തുനിന്ന് പിന്നെ പുറത്തിറങ്ങിയില്ല. ഞാൻ അന്നേരം പ്ലാൻ ചെയ്തു, ഇനി ഈ റൂമിനകത്തുനിന്ന് ഞാൻ മരിച്ചല്ലാണ്ട് പുറത്തിറങ്ങത്തില്ല ഞാൻ. കാരണം എനിക്ക് അത്ര അനുഭവിക്കേണ്ട അതെല്ലാം ഞാൻ അനുഭവിച്ചു. എനിക്കുണ്ടായ കുഞ്ഞും മരിച്ചുപോയി, അതിലും അവർക്ക് സന്തോഷമേ ഉള്ളൂ. ഇനി എന്നെ ഒഴിവാക്കാനുള്ള പ്ലാനാണ്. ഞാനേ ഒഴിവായി പോയേക്കാം. എന്നെ സ്നേഹിക്കുന്ന ആകെ എൻ്റെ ഭർത്താവേ ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹവും പോയി. ഇനിയിപ്പം ഞാൻ ആർക്കും വേണ്ടി ഇവിടെ നിൽക്കണേ? ആർക്കും വേണ്ടിയല്ല. എൻ്റെ വീട്ടുകാരോട് പറഞ്ഞാൽ അവർ കുറ്റപ്പെടുത്തുകയേ ഉള്ളൂ. എന്തിനാ കുറ്റപ്പെടുത്തൽ കേൾക്കുന്നത്? ഒന്നും വേണ്ട, മരിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലല്ലോ, തീർന്നു പോയില്ലേ. ആ ശവം പോലും ഇട്ട് അവർ തട്ടിക്കളിക്കുമായിരിക്കും, സാരമില്ല, കാരണം ഇവിടെ കുഴിച്ചിടും അല്ലെങ്കിൽ ഇവിടെ കുഴിച്ചിടാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഇപ്പോഴും തട്ടിക്കളിക്കുമായിരിക്കാം, സാരമില്ല. ഞാൻ അതെല്ലാം പ്ലാൻ ചെയ്തു, ആർക്കും ഒരു ബാധ്യതയാവണ്ട ഞാൻ എന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ അങ്ങനെ റൂമിൽ കയറി വാതിലടച്ച് ഞാൻ പള്ളി പോകാൻ വേണ്ടി നിൽക്കുവാണല്ലോ. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ ഇത്രയും നാളും വെറുത്തിട്ടാണെങ്കിലും ഈ ഒരു മതത്തിന് വെറുത്തിട്ടാണെങ്കിലും ഞാൻ നിന്നെ പ്രാർത്ഥിച്ച് സത്യസന്ധമായിട്ട് വന്നല്ലോ, എന്നിട്ട് നിനക്ക് എന്നോട് ഇത്തിരി പോലും കരിവോ അലിവോ ഒന്നും തോന്നിയില്ലേ? ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ? നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ മരിക്കാൻ പോവുക, ഇനി നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അവസാനമായിട്ട് ഞാൻ ഇനി ജീവിക്കണം, എന്ത് പ്രതീക്ഷിച്ചാൽ ഞാൻ ജീവിക്കണ്ടേ? എന്നെ സ്നേഹിക്കുന്ന ഒരു പൊടി പോലും ഇല്ല ഇവിടെ. ഞാൻ പിന്നെ എന്തിനാ ഇവിടെ നിൽക്കണേ? ഞാൻ പിന്നെ എന്തോ ചെയ്യണ്ടേ? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ നിന്നപ്പോൾ ഉണ്ട്, ഒരു 10 മിനിറ്റായി ഞാൻ ഈ റൂമിൽ കയറി വാതിലടച്ചിട്ട്. അപ്പം ഉണ്ട് വരുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്, ഒരു ബിജു വരുക. ബിജു അങ്ങനെ വരലൊന്നുമില്ല വീട്ടിൽ, യാദർശികമായിട്ട്. ബിജു പല സ്ഥലത്ത് ഇങ്ങനെ കേരളത്തിൽ തന്നെ പല സ്ഥലത്തേക്ക് ഇങ്ങനെ ജോലിക്ക് പോകുന്ന ആളാണ് ബിജു. അപ്പോൾ ബിജു വരുന്നു. ബിജു വന്ന് കോളിംഗ് ബെല്ലടിക്കുക. ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ കാണുകയും ചെയ്യുന്നു. മോളിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മുകളിലത്തെ നിലയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. മുകളിൽ നിന്ന് നോക്കിയാൽ എനിക്കറിയാം ബിജുവായി നിൽക്കുന്നതെന്ന്. ഇവനെ വർത്താനം പറഞ്ഞ് അവൻ പോകത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു, കുറച്ച് നേരം ബെല്ലടിച്ചിട്ട് അവൻ അങ്ങ് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആരൊക്കെയോ അപ്പുറത്തുനിന്നൊക്കെ പറയുന്നുണ്ട്, കുറേ ബെല്ലടിച്ചു. അപ്പോൾ ആരോ പറയുന്നുണ്ട്, ആ കൊച്ചുണ്ടാവുമല്ലോ അവിടെ, കൊച്ചു പള്ളിയിൽ പോകുന്ന കണ്ടില്ല, ബാക്കി എല്ലാവരും പള്ളിയിൽ പോയി, അവിടുത്തെ അച്ഛനാണെങ്കിൽ കണ്ടത്തിലങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പള്ളിയിൽ പോകത്തില്ല അവിടുത്തെ. അങ്ങനെ അവൻ എന്നിട്ടും പോകുന്നില്ല. പോവാണ്ട് അവൻ ഇങ്ങനെ ബെല്ലടിച്ചുകൊണ്ട് നിൽക്കുക. ഞാൻ വിചാരിച്ചു, ദൈവം ഈ കാലം പോകുന്നില്ലല്ലോ, ഇവനെ പോയിട്ട് വേണം എനിക്ക് ആത്മഹത്യ ചെയ്യാൻ. ഇയാളൊട്ട് പോകുന്നില്ലല്ലോ, പോയിട്ട് വേണം ചാവാനല്ലോ. കാരണം ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്കായാലും കയറി വരുമോ എന്തെങ്കിലും ചെയ്താലോ എന്ന് വെച്ചാൽ പേടിച്ചിങ്ങനെ നിൽക്കുക, പോയിട്ട് വേണം മരിക്കാന്നുള്ള രീതിയിൽ. അപ്പോൾ എന്താ സുഭിക്ഷം പോലത്തെ അവിടെ അച്ഛൻ വന്നു. അച്ഛൻ ഏതോ കല്യാണത്തിന് പോയിക്കുമായിരുന്നു അന്ന്. അപ്പോൾ കല്യാണ നിശ്ചയം എല്ലാം കഴിഞ്ഞ് തിരിച്ച്, കല്യാണ നിശ്ചയം എന്തോ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, കല്യാണ നിശ്ചയം. അത് കഴിഞ്ഞ് തിരിച്ച് അച്ഛനിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്നു കിടക്കുക. ഇങ്ങനെ പിരിച്ചു കഴിഞ്ഞാൽ അകത്തോട്ട് കയറി വരാം. ഞാൻ ലോക്ക് ചെയ്തിട്ടില്ല ഫ്രണ്ടിലെ ഡോറ്, എൻ്റെ റൂമിൻ്റെ ഡോറ് മാത്രമേ ലോക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പം അച്ഛനറിയാം ഇവിടെ ആളുണ്ടെന്ന്. അപ്പം അച്ഛനും നോക്കിയപ്പോൾ അമ്മയില്ല, നാത്തൂനും ഇല്ല. അപ്പം ഞാനുണ്ടെന്ന് അറിയാം. അപ്പം എന്നെ വിളിക്കാൻ തുടങ്ങി അച്ഛൻ താഴേന്ന്. അതെ ബിജു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് ഇറങ്ങി ചെല്ലാണ്ടിരിക്കാൻ വയ്യ. കുറേ നേരമായി വിളിക്കുന്നു, ഒരു 5-8 പ്രാവശ്യം വിളിച്ചു. 5-8 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ട് ഞാൻ റെഡിയായി നിൽക്കുക മരിക്കാൻ. അപ്പം ഉണ്ട് ബിജു മുകളിലോട്ട് കയറി വന്നു, ഓടി മുകളിലോട്ട് കയറി വന്നു കേട്ടോ. അപ്പോൾ ഡോറിൽ അങ്ങ് തട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി ചെല്ലാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ ഇറങ്ങിച്ചെന്നു കഴിഞ്ഞപ്പോൾ ഉണ്ട്
ബിജുവിന് എന്തോ പന്തികേട് മനസ്സിലായി. എന്തോ ഞാനങ്ങ് കരഞ്ഞ് വിളിച്ച്, രാവിലെ തൊട്ട് കരച്ചിലാണല്ലോ, കരഞ്ഞ് കരഞ്ഞ് എൻ്റെ മുഖമൊക്കെ ഇത്രയുണ്ട്, നീര് വന്നു, ഒരു കരിനീല കളറായി, കണ്ണിൻ്റെ ഈ തടവും പിന്നെ എൻ്റെ അതങ്ങ് കരിനീല കളറും. ഒന്നാമത്തേന് എൻ്റെ ബ്ലഡ് ഇത്രയും ലോസ് ആവുന്നതുകൊണ്ട് ഓൾറെഡി ഞാൻ അങ്ങ് ശോഷിച്ചിരിക്കുക. അത് ബിജു എൻ്റെ അടുത്ത് താഴോട്ടിറങ്ങി വരാൻ പറഞ്ഞു. ഞാൻ താഴോട്ടിറങ്ങി ചെന്ന്, ബിജു മുമ്പ് പോകുന്നു, ഞാൻ പുറത്ത് പോകുന്നു. ഞാനിങ്ങനെ എങ്ങലടിച്ച് ഇങ്ങനെ പോവുക. പോയി താഴെ സിറ്റൗട്ടിലെത്തി കുറേ നേരം ബിജുവിനോട് സംസാരിച്ച്, എന്താ പള്ളി പോകുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പോകാൻ വേണ്ടി ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇത്രയും നേരം വിളിച്ചിട്ട് നീ എന്താ വിളിയേക്കാഞ്ഞേ, നീ ഇത്ര നേരമായി ഞാൻ അവിടെ കൊണ്ടുവന്ന് ബെല്ലടിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കറണ്ടില്ലായിരുന്നെന്ന് തോന്നുന്നു, ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ കേട്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ കേട്ടല്ലോ ബെല്ലിവിടെ, നീ കേട്ടില്ലേ, അതെന്താ എന്നൊക്കെ ചോദിച്ചു എന്നോട്. ഞാൻ ഒന്നും മിണ്ടിയില്ല കേട്ടോ. ഞാൻ അപ്പോഴെല്ലാം മൗനമായിട്ട് ഇങ്ങനെ നിന്നു, മൗനമായിട്ട്, കരഞ്ഞൊന്നുമില്ല, മൗനമായിട്ട് ഞാൻ ഇങ്ങനെ നിന്നു. അപ്പോൾ എന്തോ ഒരു പന്തികേട് മനസ്സിലായി. അപ്പോൾ അച്ഛൻ വന്ന പോലെ തന്നെ തിരിച്ച് അച്ഛൻ കണ്ടത്തിലോട്ട് അങ്ങോട്ട് പോയി കേട്ടോ. അപ്പോൾ ബിജു അവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്, സിറ്റൗട്ടിൽ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ 2-3 പേര് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങ് വന്നു കഴിഞ്ഞ് ബിജുവിൻ്റെ അടുത്ത് അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. ഈ കൊച്ചെങ്ങനെയും നാട്ടിൽ പറഞ്ഞു വിടുന്നതായിരിക്കും നല്ലത്, കാരണം ഇതിനെ ഇവിടെ വെച്ചുകൊണ്ടിരുന്ന കൂടുതൽ ബുദ്ധിമുട്ടാവത്തുള്ളൂ. അതിൻ്റെ കോലം തന്നെ കണ്ടില്ലേ, വല്ലാണ്ടിരിക്കുന്നു അല്ലേ എന്നൊക്കെ വന്ന പോലെ അല്ല എന്നൊക്കെ ബിജുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുക. അപ്പോൾ ബിജു പറഞ്ഞു ശരിയാന്നല്ലോ, എന്തോ പറ്റി എന്ന് ചോദിച്ചു. നീ എന്തെങ്കിലും കഴിച്ചേച്ചും പള്ളിയിൽ പോകാൻ നോക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ശരി, ഞാൻ വെയിറ്റ് ചെയ്യണോ, നിന്നെ കൊണ്ടുപോയിടണോ എന്ന് ചോദിച്ചു. ബിജു മാത്രമല്ല, ബിജുവിൻ്റെ ഒരു അളിയനോ അങ്ങനെ എന്തോ അമ്മാവൻ്റെ മോൻ ആരോ ഉണ്ട് കൂടെ, ബിജുവിൻ്റെ കൂടെ ഒരു ചെക്കൻ, ഒരു പയ്യനാണ്. അപ്പോൾ അവനും എന്നോട് ചോദിക്കുന്നു, ഞാൻ ഒരു കാര്യം ചെയ്യാം, എവിടെ നിൽക്കാം, ചേച്ചീനെ അന്ന് പള്ളി കൊണ്ടുപോയേച്ചും വാ എന്ന് പറഞ്ഞു. അപ്പോൾ ബിജു എന്നോട് ചോദിച്ചു പള്ളി കൊണ്ടുപോയി വിടണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ നടക്കാവുന്ന ദൂരമല്ലേ ഉള്ളൂ, ഞാൻ അങ്ങ് നടന്നു പോയിക്കോളാം എന്ന് പറഞ്ഞു. നടക്കാവുന്ന ദൂരം എന്ന് പറഞ്ഞാൽ 2-3 കിലോമീറ്റർ അപ്പുറം, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ എന്നെ കണ്ടു, ഇവർക്ക് മനസ്സിലായി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ ചാവാൻ പോവാന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ഇപ്പം ചാവാനുള്ള ആ ധൈര്യം എൻ്റെ അങ്ങ് ചോർന്നു പോയി കേട്ടോ. ദൈവമേ, നീ ഇങ്ങനെ ഒരാളെ എൻ്റെ മുമ്പിലോട്ട് എന്തിനാ കൊണ്ടുവന്ന് നിർത്തിയേ എന്നുള്ളൊരു തോന്നലായി എനിക്ക്. അപ്പോൾ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവോ, പള്ളിയിൽ പോകേണ്ട സമയം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുവല്ലേ. അപ്പോൾ ഇവനിങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുക, ഇവനിങ്ങനെ മുമ്പശത്ത് നിൽക്കുക, എനിക്ക് വാതിലടച്ചു വെച്ചും പോയി തൂങ്ങിച്ചാവാൻ പറ്റുമോ ഇതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ ഞാൻ എന്തോ ഇരുന്ന് വെച്ചാൽ ശരി എന്നാൽ പിന്നെ യാത്രയായി നിൽക്കുകയെന്നല്ലോ, ഞാൻ ബൈബിൾ മാത്രം എടുത്ത് വെച്ച് ഞാൻ പോയി ഞാൻ തലയിൽ തുണി ഇട്ടിട്ടുണ്ട്. ഞാൻ അങ്ങ് നടന്ന് അങ്ങ് പോയി, വാതിലൊക്കെ പൊട്ടി. അപ്പം ഇവന് മനസ്സിലായി ഞാൻ പോയെന്ന് കേട്ടോ. എന്നിട്ട് ബിജു പോയിട്ടില്ല. ഞാൻ അങ്ങ് ദൂരെ ഒരു കുരിശടി ഉണ്ട്, അവിടെ ചെന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ബിജു അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, ബിജുവിൻ്റെ വണ്ടി അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ബിജു പോയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അത് ഞാൻ ഉച്ച കഴിഞ്ഞ് പള്ളി കഴിഞ്ഞ് തിരിച്ച് ഞാൻ വന്നു. പള്ളിയിൽ ഇരിക്കുമ്പോഴും ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ ഇങ്ങനെ തിരിച്ചു വന്നിട്ട് എന്തോ ചെയ്യണ്ടേ എന്നുള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ ഇരിക്കുക. മരിച്ചേക്കാം, ഇനി എനിക്ക് വയ്യ, ഈ ബാത്റൂമിൽ പോകാൻ പറ്റാത്തൊരു വീട്ടിൽ, ഒരു ബാത്റൂമിൽ എനിക്കൊന്ന് വാഷ്റൂമിൽ പോകാനൊരു സ്വാതന്ത്ര്യം വേണ്ടേ, അങ്ങനെ ഒരു വീട്ടിൽ ഞാൻ എന്തിന് നിൽക്കുക, ഞാൻ ഒരു സുഖമില്ലാണ്ടായിട്ട് എനിക്ക് ആശുപത്രി പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ പോലും എന്നെ കൊണ്ടുപോകാത്തൊരു പെണ്ണുങ്ങളുള്ള വീട്. സ്ത്രീകളുടെ അസുഖമല്ലേ ഇതല്ല, സ്ത്രീകൾക്ക് അറിഞ്ഞൂടെ ഈ വേദനയും കാര്യങ്ങളല്ല, അതുപോലും മനസ്സിലാവാത്ത വീട്ടിൽ ഞാൻ എന്തിന് നിൽക്കുക. പിന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരുന്ന് പറയുക, നീ എന്തിനു നിൽക്കുക, നീ അങ്ങ് മരിച്ചു കളഞ്ഞേരെ, അങ്ങനെയുള്ളൊരു ചിന്തയാണ് എൻ്റെ ഉള്ളിൽ മൊത്തം. ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇത്രയും ദൂരമുള്ള ഭർത്താവിൻ്റെ അടുത്ത് ഞാൻ എന്തിനു പറയുക, അയാൾ എന്തിനു വിഷമിപ്പിക്കുക, ഇത്രയും വിഷമം നമ്മൾ ഒരുമിച്ച് നിന്ന് സഹിച്ചു, അയാളെങ്ങനെ പോയി രക്ഷപ്പെടട്ടെ, എൻ്റെ ജീവിതവും പോയി എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങ് ഉറച്ച തീരുമാനത്തിൽ തിരിച്ചു വന്നപ്പോൾ ഉണ്ട്. സാധാരണ ദിവസം ഇവരാരും വന്നേക്കാൻ മുമ്പ് ഞാനാ തിരിച്ചു വരാറ്, ഞാൻ ആഹാരമൊക്കെ ചൂടാക്കി വെക്കാറ് കേട്ടോ. സുഭിഷം പോലെ ഇവരെല്ലാം വന്നിട്ടുണ്ട് അവിടെ. എനിക്ക് ഇനി ഇതിൻ്റെ ഇടയിൽ അവിടെ തൂങ്ങിച്ചാൻ പറ്റുക. അതിൻ്റെ പുറകെ ഞാൻ അവിടെ ചെന്ന് ഒരു 1/4 മണിക്കൂർ ബിജു വന്നിട്ട് അവരുടെ പള്ളിയിൽ റാസ എന്തോ നടക്കുക. അപ്പോൾ അത് പറയാൻ വേണ്ടി ബിജു വന്നു. ബിജു ഉണ്ട്, വൈഫും ഉണ്ട് ഇപ്പം ഈ സമയത്ത് കേട്ടോ. നേരത്തെ ഒരു അനന്തരച്ചക്കനായിരുന്നു കൂടെ, ഇപ്പം ബിജുവിൻ്റെ വൈഫാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും സ്കൂട്ടറിൽ വന്ന് അവിടെ അങ്ങ് നിന്നു. അപ്പോൾ ഞാൻ സംസാരിച്ചു, കുറച്ചു നേരം നിന്നു. അപ്പോഴും വീട്ടുകാരെന്തൊക്കെയോ പറയുന്നുണ്ട് ഈ ബിജു എന്ന് പറഞ്ഞ ആളുടെ അടുത്ത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ചെറുപ്പമാകാലം തൊട്ടുള്ള കൂട്ടുകാരനാണ് കേട്ടോ ബിജു. അപ്പം ബിജുവിൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ബിജു എന്തൊക്കെയോ തിരിച്ചു പറയുന്നുണ്ട്. ഞാൻ അവിടെ മിണ്ടാണ്ട് മൗനമായിട്ട് നിൽക്കുവാണ്. അപ്പോഴെല്ലാം ഞാൻ ഇതിന് അല്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. ഞാൻ അല്ലെങ്കിൽ എന്നെക്കുറിച്ച് എന്താരും പറഞ്ഞാലും ഞാൻ അല്ല എന്ന് പറയത്തില്ല, ഞാൻ മിണ്ടാതിരിക്കത്തുള്ളൂ. ഞാൻ മാത്രമുള്ള സമയത്ത് ഞാൻ മാത്രം ഇരുന്ന് കരയും. അങ്ങനെ ഒരു പ്രകൃതമാണ് ഞാൻ അല്ലെന്നോ ഞാൻ അങ്ങനത്തെ ആളല്ലെന്നോ ഒന്നും പറയത്തില്ല. ഇവരെന്നെക്കുറിച്ച് ഇല്ല വചനം പറഞ്ഞാലും ഞാൻ മൗനമായിട്ട് ഇരിക്കുവാണ് അവിടെ.
കാരണം ഇനി എനിക്ക് തിരുത്തേണ്ട കാര്യമില്ലല്ലോ. ഇനി അങ്ങനെ തിരുത്താൻ അറിയാമെങ്കിൽ തന്നെ തിരുത്തേണ്ട ആവശ്യമില്ല. ഞാൻ ഉറച്ചു നിൽക്കുമല്ലേ മരിക്കാൻ വേണ്ടി. പിന്നെ എന്തിനു ഞാൻ തിരുത്തുക? ഞാൻ ഉറച്ചു തന്നെ നിൽക്കുക. അത് കഴിഞ്ഞ് ബിജു അപ്പോഴും പോയി. ഞാൻ ഉച്ചയൂണൊന്നും ഞാൻ കഴിച്ചില്ല. ഞാൻ മുകളിൽ കയറി. അത് കഴിഞ്ഞപ്പോൾ അപ്പോഴൊന്നും എനിക്ക് ചാവാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് 6 മണി 7 മണിയായപ്പോൾ ബിജു പിന്നെയും വന്നു, ആ അനന്തരാവ് ചക്കനായിട്ട്. അത് കഴിഞ്ഞ് എൻ്റെ ഈ വീട്ടുകാരായിട്ട്, ഹസ്ബൻഡിൻ്റെ വീട്ടുകാരായിട്ട് സംസാരിച്ചു കേട്ടാ. അപ്പോൾ വീട്ടുകാർ ബിജുവിനെ അടുക്കളയിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് ഈ അമ്മായിമ്മയും മൂത്ത നാത്തൂനും കൂടി ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നാത്തൂനെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ. എന്നെ പോലെ തന്നെ വന്നു കയറിയവളാന്ന് ഓർക്കണം അവൾ. അന്നേരം ഇവർ രണ്ടുപേരും മാറി തിരിഞ്ഞ് എന്നെക്കുറിച്ച് കുറ്റം പറയുക. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരനാന്ന് ഓർക്കണം ബിജു. അപ്പം ബിജുവിൻ്റെ കൂടെ വന്ന പയ്യൻ എന്നോട് പറയുന്നുണ്ട്, സാരമില്ല ചേച്ചി, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, ചേച്ചിക്ക് അറിയാമല്ലോ, സാരമില്ല ചേച്ചി, ഇത് ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ പോകണം ധൈര്യമായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ചാച്ചൻ എന്നെ വിടത്തില്ല. അപ്പോൾ പറഞ്ഞു ചാച്ചൻ വിടത്തില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, ചാച്ചൻ ഇപ്പോൾ പോയില്ലേ, ഇനി തിരിച്ചു വരുമ്പോൾ വരാം എന്നല്ല. ആ പയ്യൻ ഒരു പയ്യനവൻ. അപ്പം ആ പയ്യൻ പോലും അവൻ, എന്നിട്ട് പോലും അവൻ എന്നോട് പറയുമോ ഇതെല്ലാം. ബിജു ഒരു 1/4 മണിക്കൂർ അവർ പറഞ്ഞു കൊടുക്കണം എല്ലാ കാര്യങ്ങളും കേട്ടു. അത് കഴിഞ്ഞ് തിരിച്ച് എൻ്റെ അടുത്തിട്ട് ഞാൻ ഇറയത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് സിറ്റ് ഔട്ടിൽ. ഇങ്ങനെ തന്നെ നിൽക്കുക. ഞാൻ ചിരിക്കുന്നോ അല്ലെങ്കിൽ കരയുന്നോ ഒന്നുമില്ല. ഞാൻ ഉറച്ച് നിൽക്കുവാന്നല്ലോ ഈ ഒരു കാര്യത്തിൽ, മരിച്ചേക്കുള്ളൂ ഞാൻ എന്നുള്ള രീതിയിൽ ഉറച്ച് നിൽക്കുക. അപ്പം എന്നോട് പറഞ്ഞു, ബിജു പറഞ്ഞു, നീ ഒന്നും ചെയ്യല്ലേ കേട്ടോ, ഞാൻ എന്തുവാണോ അങ്ങനെ എന്നോട് പറഞ്ഞു. കറക്റ്റായിട്ട് എന്നോട് ഇങ്ങനെ തന്നെ പറഞ്ഞു, നീ അങ്ങനെ ഒന്നും ചെയ്തേക്കല്ലേ കേട്ടോ, ഞാൻ ഇന്ന് രാത്രി തന്നെ അനിയനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, ഞാൻ സംസാരിക്കാം, നീ എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള എല്ലാ ഡ്രസ്സും പാക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ, എന്നിട്ട് നീ നിൻ്റെ വീട്ടിലോട്ട് പോവുക. അപ്പം ഞാൻ പറഞ്ഞു ചാച്ച സമ്മതിക്കത്തില്ല, ഞാൻ പറയാം എന്ന് പറഞ്ഞു. നീ അതിന് വേണ്ടിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു, നീ വീട്ടിൽ വിളിച്ച് പറയണോ? ഞാൻ പറയാമല്ലോ, അവനോട് പറയിപ്പിക്കാമല്ലോ, എന്നിട്ട് നീ പോകാനുള്ള പണി നോക്കിക്കോ, ഇവിടെ നീ നിൽക്കണ്ട, ജോലി ഉണ്ട് അപ്പയെന്ന് പറഞ്ഞാൽ ജോലിക്കും പോകണ്ട, ഒന്നും പോകണ്ട. അപ്പോഴത്തേക്കും എൻ്റെ ജോലി നഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. ജോലി ഇവർ കാരണം തന്നെ നഷ്ടപ്പെട്ടിരുന്നു എൻ്റെ ജോലി അന്നേരം. അപ്പോൾ അതൊക്കെ കാരണം ഞാൻ എന്ന് പറഞ്ഞ് അതങ്ങ് മൂളി കേട്ട് ഞാൻ. അത് കഴിഞ്ഞ് പിന്നെ ഇവൻ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ ഇതായി. അവർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓടി വന്നെന്നും പറഞ്ഞുകൊണ്ടായി. അപ്പോൾ ഈ റാസയുടെ എന്തോ വഴിപാട് കൊണ്ടുതരാൻ വന്ന എനിക്ക്. അപ്പോൾ പള്ളിയിൽ റാസ എന്ന് പറഞ്ഞാൽ പള്ളിപ്പെരുന്നാൾ ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഓടി ചെന്ന ആ കേക്ക് എന്തുവാണ് അത് ഞാൻ കഴിച്ചു കേട്ടോ. അതും പറഞ്ഞ വീട്ടിൽ വഴക്കങ്ങ്, അയ്യോ ബിജു വന്നല്ലോ, നിനക്ക് അവരെയൊക്കെ കാണുമ്പോൾ അങ്ങ് ഭയങ്കര ഇളക്കമാണല്ലോ, എനിക്ക് ഭയങ്കര ഇളക്കമാണല്ലോ, ഇവിടെ ആരെടുത്തും അങ്ങനെ ഒരു ഇതില്ലല്ലോ, ഇവരെന്നോട് കാണിക്കുന്ന കണ്ട് ഞാൻ വിഷമിച്ച് കരഞ്ഞിരിക്കുന്ന ഞാൻ ഇവരെ കണ്ട എന്ത് ഇളകാനാ, അല്ലെങ്കിൽ പുതിയൊരാളെ കണ്ട് ഞാൻ എന്തോ ഇളകാനാ, മരിക്കാൻ നിൽക്കുന്ന ഞാൻ ഇനി എന്തോ ഇളകാനാ. ഞാൻ അതും കേട്ടും മിണ്ടാണ്ടിരുന്നു കേട്ടോ. എന്തോന്ന് പറയാനാ എൻ്റെ അടുത്ത്, ഞാൻ എന്തുകൊണ്ടിട്ട് എന്തുകൊണ്ട് ഇളകാനാ? കല്യാണം കഴിച്ചു, ഒരു കല്യാണം കഴിച്ചു തന്നെ ഇതായി, പിന്നെ അടുത്ത ആളെ കണ്ട് എന്ത് ഇളകാനാ? അയാളും കല്യാണം കഴിച്ച് ഭാര്യയൊക്കെ ഉണ്ട്, എനിക്കറിയാവുന്നതാ, ഇവരെയൊക്കെ ശരിക്കും എനിക്കറിയാവുന്ന ആൾക്കാരാ, പിന്നെ ഞാൻ എന്തു ഇളകാനാ? എനിക്ക് നേരിട്ടറിയാവുന്ന ഇവരെല്ലാം. അപ്പോൾ അങ്ങനെ കേട്ടോ, ഞാൻ വലിയ മൈൻഡൊന്നും കൊടുക്കാൻ പോയില്ല. ഞാൻ അതും കേട്ടോണ്ട് മിണ്ടാണ്ടിരുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ ചോറ് കഴിക്കാൻ വിളിച്ചു. ഞാൻ പോയൊന്നുമില്ല കേട്ടോ, ഞാൻ റൂമിൽ തന്നെ ഇരുന്ന് ചാവാൻ പോണാക്കി ഞാൻ ഇതിൻ്റെ ചോറ്. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു. ഞാൻ അപ്പോഴും റൂമിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എന്തോ ഞാൻ മരിച്ചു കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്ക് അന്നേരം ഒരു തിരിച്ചറിവ് വന്നു. ബിജു എന്നത്ത് സംസാരിച്ചാലൊരു കാര്യം എനിക്ക് മനസ്സിലായി, നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിൻ്റെ ഭർത്താവിനായിരിക്കും ആദ്യം കുരുക്ക് വീഴുക, നീ എന്തെങ്കിലും ചെയ്താൽ ആദ്യം അവനെയായിരിക്കും പൊക്കുക എന്നുള്ളൊരു ഇത് വന്നു കേട്ടോ. അങ്ങനെ ഒരു കാര്യം സംസാരിച്ച് പോലീസ് കേസും കാര്യങ്ങളും ആവും, നിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവനാണ് ആദ്യം പ്രശ്നമാവുക എന്ന് പറഞ്ഞിരുന്നു എന്നോട്. എനിക്ക് ഒറ്റയ്ക്കിരുന്ന് കഴിഞ്ഞപ്പോൾ അതങ്ങ് തലക്കറി അങ്ങ് സ്ട്രൈക്ക് ചെയ്തു കേട്ടോ. ശരിയല്ലേ, എനിക്കെന്തെങ്കിലും ഇവിടെ വെച്ച് പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് ആ പ്രശ്നം വരിക. അപ്പോൾ ഓൾറെഡി എൻ്റെ ഹസ്ബൻഡിനൊരു പ്രശ്നം വരല്ലേ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഹസ്ബൻഡിന് എന്നെക്കൊണ്ട് ഇനി ഒരു പ്രശ്നവും വരാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ചാവാൻ നിൽക്കുന്ന ആളാണ് ഞാൻ. അപ്പം ഞാൻ എൻ്റെ തീരുമാനം അങ്ങ് മാറ്റി. ശരിയല്ലേ, ബിജു അല്ലേ ഇപ്പോൾ ഇവിടെ ഒന്നും പറഞ്ഞത്, വീട്ടിൽ സംസാരിച്ചല്ലേ ശരിയാക്കി തരാം, നീ വീട്ടിലോട്ട് പോകും, എറണാകുളത്തോട്ട് പോകുന്നല്ലേ എന്നോട് വന്ന് പറഞ്ഞേ, പിന്നെ എന്തിനു ഞാൻ ചാവുക? ഇപ്പം എന്നോട് സൊല്യൂഷൻ ആയില്ലേ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിനാ കുറ്റം വരാം, പിന്നെ ഞാൻ എന്തിനു ഇവർ എന്നെ ദ്രോഹിച്ചെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കിടന്ന് മരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഞാൻ അങ്ങ് വിചാരിച്ചു കേട്ടോ. അങ്ങനെ വിചാരിച്ച് രാത്രിയായി, നേരം വെളുത്തു. ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ ഒരുപോലെ കണ്ണ് ഉറങ്ങിയിട്ടില്ല. ഞാൻ എൻ്റെ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്തു.
ഉറങ്ങാണ്ട് ഞാൻ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്തു. അന്ന് ബിജു സംസാരിച്ചെന്ന് തോന്നുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത്. പിറ്റേ ദിവസമായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. നീ വീട്ടിൽ പോയിക്കോ. എന്താണോ എന്നോട് പറഞ്ഞു, ഞാൻ വീട്ടിൽ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബിജു കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എനിക്കത് മനസ്സിലായി കേട്ടോ. അപ്പോൾ എനിക്കൊരു സന്തോഷമായി. വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞല്ലോ. അപ്പോഴും ഇവരെന്നിങ്ങനെ കുറ്റപ്പെടുത്തുകൊണ്ടിരിക്കുക. വീട്ടുകാർ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് പോലും അറിയത്തില്ല. അപ്പം എൻ്റെ ജോലി പോയി നിൽക്കുവാന്ന് ഞാൻ പറഞ്ഞല്ലോ. ജോലി അപ്പം ഇവർക്ക് തന്നെ ജോലി ഇല്ലാണ്ട് ഇവിടെ നിർത്താൻ പറ്റത്തില്ല. കാരണം എൻ്റെ ചിലവിനുള്ള വേണി ഞാൻ ഉണ്ടാക്കിക്കൊള്ളണം എന്നുള്ളൊരു മട്ട. ആ ജോലി പോയിക്കോട്ടെ. അപ്പം എനിക്ക് സുഖമില്ലാണ്ട് ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ഞാൻ ബ്ലീഡിങ് ആയിട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞണം, അതും അബോഷനായിട്ട്. അപ്പോൾ എനിക്ക് സുഖമില്ല, ഞാൻ അങ്ങ് അശു പോലെ ആയിട്ടുണ്ട്. ഞാൻ അന്നേരം ഈ അഴവള്ളി ഇല്ലേ അതുപോലെ ആയി കേട്ടോ. ഞാൻ തേഞ്ഞു പോയൊരു അഴവള്ളി അത്രയായിട്ടുണ്ട്. ഞാൻ അങ്ങ് ഉണങ്ങി മെലിഞ്ഞ് ചോരയെല്ലാം വറ്റി വാർന്ന് ഒരു വല്ലാത്തൊരു കോലത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം എന്നോട് പറയുകയാണ്, എന്തുവാ ഈ അക്ഷയ സെൻറ്റർ ഉണ്ടല്ലോ, അവിടെ ഒരു വേക്കൻസി ഉണ്ട്, നിന്നെ അവിടെ കൊണ്ടുവന്നാക്കാം, നിനക്ക് അവിടെ ജോലി മേടിച്ചു തരാം, നീ അങ്ങോട്ട് പോയിക്കോ ഇനി മുതൽ നാളെ തൊട്ട് എന്ന് പറയുക. ഞാൻ പറഞ്ഞു ചാച്ചനെ വിളിച്ച് പറഞ്ഞു, എന്നോട് അവിടെ പോയിക്കോളാൻ പറയുന്നുണ്ട്, എനിക്ക് അവിടെ ഡ്യൂട്ടി ആക്കി തരാമെന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ എവിടെയും പോകാൻ പോകുന്നില്ല, നീ ഇനി എവിടെയും പോകാൻ പോകുന്നില്ല, നീ ഇനി എറണാകുളത്താണ് പോകുന്നത്, നീ ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടും ജോലിക്കായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ആര് പറയും ഇവരുടെ അടുത്ത് എന്ന് ഞാൻ ചോദിച്ചു. പറഞ്ഞു, ഞാൻ പറയും എൻ്റെ ഭാര്യ പോകുന്നില്ലെന്ന് ഞാനാ പറയുന്നത്, അവിടെ വേറൊരു തിരിക്കുന്നില്ലേ ഒരു പണിക്കും പോവാണ്ട്, അവളെ വേണേൽ പണിക്ക് വിട്ട് അവരങ്ങനെ കാണിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇതൊന്നും പറയാൻ ആളല്ല, നിങ്ങളെന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാൻ പറഞ്ഞു. വിളിച്ചു പറഞ്ഞു, അവളിനി ജോലിക്കൊന്നും പോകുന്നില്ല, അവൾ എറണാകുളത്തിന് പോവുകയാണ്, അവൾക്ക് വീട്ടിൽ പോയി നിൽക്കണം, വീട്ടിൽ അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അവർക്ക് സന്തോഷമുള്ളൂ, ഞാൻ എങ്ങടേലും പോട്ടെ, ഇനി ഞാൻ വീട്ടിലോട്ട് പോയാൽ ഇനി തിരിച്ച് വരത്തില്ലെന്ന് അവരുടെ വിചാരം. കാരണം ഇവരെ കൺട്രോളിലായല്ലോ, ഇവരെന്താഗ്രഹിച്ചു ഇവരെ കൺട്രോളിലായി. ഒന്നും ഞാൻ മരിച്ചു പോകണം, അതല്ലേ ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കോണം. അപ്പോൾ ഒരു ബന്ധവും ഇല്ലാണ്ടാവണം ഇവർക്ക് ഇവിടെ സുഖമായിട്ട് സമാധാനമായിട്ട് ഇരിക്കണം. അപ്പം അതിൻ്റെ അടുത്ത് ഇവരുടെ ഫാദർ, അതായത് എൻ്റെ അമ്മായച്ചൻ്റെ അടുത്ത് ഒരു ദിവസം വന്ന് പറയുക, ഞാൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് അതായത് മൂത്ത മരുമോൾക്ക് സമാധാനമില്ലെന്ന്. ഞാൻ ഇവരെ പേടിച്ച് അവിടെ നിൽക്കുക. ഞാൻ പേടിച്ച് ഒരു അക്ഷരം മിണ്ടാണ്ട് എന്ത് അവള് തെറ്റ് ചെയ്താൽ പോലും ഞാനത് എൻ്റെ തലയിൽ വെച്ച് കിട്ടും. ഞാൻ അതെല്ലാം സഹിച്ചേച്ച് നിൽക്കുന്ന ഒരാളാണ്. അവിടെ ഒരു പ്രശ്നം വേണ്ടല്ലോ, കുടുംബ വഴക്ക് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മിണ്ടാണ്ട് നിൽക്കുക. ഇവളാണ് ഈ സുഭിക്ഷം പോലെ എന്ത് ഇവള് ചെയ്താലും അത് എൻ്റെ വിലയിലിട്ട് വെച്ച് കിട്ടും. അവൾക്കും അറിയാം ഇവരാരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാൻ പോകുന്നില്ല, കാരണം ഇവരാരും എൻ്റെ അടുത്ത് സംസാരിക്കാറ് പോലുമില്ല. ഇവരെന്നെ ചീത്ത പറയാൻ മാത്രം വായ തുറക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് തിരിച്ച് പറയാൻ അറിയത്തില്ല. എനിക്ക് അല്ല, ഞാനല്ല, എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ എന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ ഇന്നവരെ അങ്ങനെ ആരുടെ അടുത്ത് പറയേണ്ടി വന്നിട്ടില്ല. എന്നെ ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണ്, എന്നെ കാണുന്നവർക്കെല്ലാം എന്നെ ഇഷ്ടമാണ്, കാരണം ഞാൻ അങ്ങനത്തെ ഒരാളാണ്. അപ്പം ഇവർ മാത്രം എന്നോട് അങ്ങനെ പെരുമാറിയപ്പോൾ എനിക്ക് ഒറ്റയടിക്ക് ഷോക്കായി. ഇതെല്ലാം എനിക്ക് ആദ്യത്തെ അനുഭവമാണ്. പക്ഷേ ഈ പെണ്ണെന്ന് പറഞ്ഞാൽ ഈ പെണ്ണ് ഇതെല്ലാം പഠിച്ച് പയറ്റി വന്ന ആളാണ്. ഇതെല്ലാം പഠിച്ച് പയറ്റി അതിനപ്പുറത്ത് 18ാമത്തെ അടവെടുത്ത് ചിലവാക്കാനും ഇവൾക്കറിയാം നല്ലതായിട്ട്. കാരണം ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ അമ്മ വിളിക്കും, അല്ലെങ്കിൽ ആൻറ്റിമാർ വിളിക്കും. ഇവിടെ അടുത്ത് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ഓടിച്ചു വിടണം, അല്ലെങ്കിൽ ഞാൻ കേൾക്കുന്നുണ്ട് ഇതല്ലേ, ഫോണിൽ സംസാരിക്കുന്നതല്ല, എന്ത് ചെയ്തിട്ട് ഓടുന്നില്ല എന്നെല്ലാം പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ അതെല്ലാം സഹിച്ച് അവിടെ നിൽക്കുക. ലാസ്റ്റ് എനിക്ക് ആ റൂമിൽ നിന്ന് പോരാൻ, ഞങ്ങൾ ഒരുമിച്ച് താമസിച്ച റൂമാണ് അത്, ആ റൂമിൽ നിന്ന് പോരാൻ എനിക്ക് പട്ടിണിയാണെങ്കിൽ ആ റൂമിൽ നിന്നാൽ എനിക്കൊരു ആശ്വാസമാണ്. ആ റൂമിൽ നിന്ന് പോരാൻ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ സാധനങ്ങളൊക്കെ കെട്ടി വാരി ശരി ഞാൻ കിറ്റ് ചെയ്യുകയാണ്, ഞാൻ എൻ്റെ ജീവനും കൊണ്ട് ഇവിടെ നിന്ന് ഓടിപ്പോവുകയാണ് എന്ന് വിചാരിച്ച് ഞാൻ ചാച്ചൻ പറഞ്ഞൊരു ദിവസം, അതായത് ഇനിയും മോർ ഡേഞ്ചർ ആവണേക്കാൾ മുമ്പ് ഞാൻ പോവുക എൻ്റെ ജീവനും കൊണ്ട് ഓടി. കാരണം മോർ ഡേഞ്ചർ ആവുമെന്ന് പറഞ്ഞാൽ മോർ ഡേഞ്ചർ പേഴ്സൺ നാട്ടിലോട്ട് വരുന്നുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ. അപ്പോൾ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ പൂർത്തിയാവും, അംഗസംഖ്യ കറക്റ്റായി, എല്ലാവരും കൂടി എന്നെ വെട്ടിക്കുഴിച്ചിടും എവിടെയെങ്കിലും. അപ്പോൾ അതിന് മുമ്പ് പോകണം എന്ന് വിചാരിച്ചിട്ട് അവൻ 25-ാം തീയതി വരുമെങ്കിൽ ഞാൻ 24-ാം തീയതി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു എൻ്റെ വീട്ടിലോട്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ആരും കൂട്ടിക്കൊണ്ടുവരാനൊന്നും വന്നില്ല, ഇവരും എന്നെ കൂട്ടിക്കൊണ്ടുവിടാനൊന്നും പോയില്ല. എങ്ങടെയെങ്കിലും പൊക്കോട്ടെ ഈ നാശം എന്ന് വിചാരിച്ചിട്ട് അവരവിടെ കൈ കെട്ടി നോക്കുന്നു. അവസാന നിമിഷം പോലും അവരെന്നെ നോവിച്ചിട്ടാ വിട്ടെ. ഒരാൾ ഇതുപോലെ ഒരു അയൽക്കാരി വന്നിട്ട് ചോദിച്ചു, അയ്യോ ഈ കൊച്ചു പോവുകയാണോ, അനിയൻ പോയേക്കുമല്ലോ, ഈ കൊച്ചിനെ ഇവിടെ നിർത്തിക്കൂടെ നിങ്ങൾക്കെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ഇത് ഇങ്ങോട്ട് വന്ന ലക്ഷണമല്ലല്ലോ, എല്ലാം കെട്ടി വരുകൊണ്ടാണല്ലോ പോകുന്നത് എന്ന് പറയുന്നുണ്ട് ആ ചേച്ചി. അപ്പം ഇവിടെ പറയുന്നുണ്ട്, പോയിക്കോട്ടെ, അതിനിപ്പോൾ എന്താ, അങ്ങടേലും പോട്ടെ, കെട്ടി വരികൊണ്ട് എന്നുള്ള മട്ടിൽ അന്നേരം പോവാൻ നിൽക്കുമോ, ഞാൻ സ്റ്റെപ്പ് ഇറങ്ങാൻ നിൽക്കുമോ യാത്ര ചോദിച്ച്, അന്നേരം പോലും എന്നെ അങ്ങനെ പറഞ്ഞു വിട്ടു കേട്ടോ. ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ അതെല്ലാം ഏറ്റുവാങ്ങി. ഞാൻ ഒരു വിധം ഞാൻ പന്തളത്തെത്തി. പന്തളത്തുനിന്ന് ഞാൻ KSRTC ബസ്സിന് ഞാൻ സ്റ്റാൻഡിൽ നിന്ന് ഞാൻ പുറപ്പെട്ട് ഇനി എനിക്ക് മൂവാറ്റുപുഴയ്ക്കാണ് പോകേണ്ടത്. മൂവാറ്റുപുഴയിൽ നിന്നുള്ളൂ ഇനി പെരുമ്പാവൂർക്ക് ബസ് പിടിച്ചിട്ട് വേണം വീട്ടിൽ നിന്ന് പെരുമ്പാവൂരിൽ നിന്ന് അച്ഛനെടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പം ഞാൻ ബസ്സിലിരിക്കുമ്പോൾ മൊത്തവും ഞാനിങ്ങനെ ആലോചിക്കുക, ഞാൻ ഈ കടന്നു പോയ വഴികൾ, ഈ 7 മാസം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ. ഞാൻ തിരിച്ചു പോകുമ്പോൾ ഒരു സന്തോഷവതിയല്ല, കുറേ ഭാണ്ഡക്കെട്ടും ഉണ്ട്. പിന്നെന്തുവാ പറയുക, ഒരു മുഷിഞ്ഞ് നാരൊരു ഡ്രസ്സ്, പിന്നെന്തുവാ ഡ്രസ്സൊന്നും ഇല്ല എനിക്ക് അന്നേരം. എൻ്റെ ആരോഗ്യനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് അബോഷനായി ബ്ലീഡിങ്. എൻ്റെ അകത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. ഒരു ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വീടെത്തുമെന്ന് അറിയത്തില്ല. ചോര വാർന്നുകൊണ്ടിരിക്കുക. തല കറങ്ങിയിട്ടാണ് എനിക്കൊരു നിവൃത്തിയുമില്ല. മെറ്റിനിറ്റി ബ്ലീഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, പ്രസവം കഴിഞ്ഞ പോലെ തന്നെ അല്ലേ അബോഷൻ. അപ്പം ഒത്തിരി ബ്ലീഡിങ്ങാണ്. നമുക്ക് മരുന്നൊന്നും കഴിച്ചിട്ടുമില്ല, ഈ ബ്ലീഡിങ് പറയാനുള്ള മരുന്ന് കഴിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാത്തൊരവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. എൻ്റെ ശരീരം അങ്ങ് തളർന്ന് കോട്ടയൊക്കെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് അങ്ങ് തളർന്നങ്ങ് കുഴഞ്ഞ അവസ്ഥയാണ്. കോട്ടയം എത്തിയപ്പോൾ എനിക്ക് മാറി കയറേണ്ടി ഏറ്റുമായിരുന്നു, പെരുമ്പാവൂർക്കുള്ള ബസ് കേട്ടോ. അപ്പം എനിക്ക് എൻ്റെ അവസ്ഥ, ഞാൻ ഈ ബാഗ് ഇട്ടാൽ ഞാൻ വീണു പോവും, അതൊരവസ്ഥയാണ്. ദൈവം പോലെ വേറൊരു ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് ആ ബാഗ് പൊക്കി മുകളിൽ കയറ്റി വെച്ച് പോയത്, ആ ബാഗ് പൊക്കി എനിക്ക് എടുത്തു തന്നു. നോക്കാം എവിടോട്ടാ പോകേണ്ടതെന്ന് ചോദിച്ചു. ഒരു ടിക്കറ്റ് വെക്കുന്ന ഒരു ചേട്ടനാ, പക്ഷെ നല്ലൊരു ആരോഗ്യമുള്ളൊരു ചേട്ടൻ. ഞാൻ അങ്ങനത്തെ ഒരു ചേട്ടന്മാരെയും കണ്ടിട്ടില്ല ടിക്കറ്റ് വെക്കാൻ. ആ ചേട്ടൻ്റെ ബാഗ് എടുത്തതെന്ന് എന്ത് പറഞ്ഞ് ഏൽപ്പിച്ച പോലെ പുള്ളി ബാഗ് എടുത്തതെന്ന് എന്നെ അടുത്ത ബസ്സിലിട്ട് കയറ്റി ആ ബാഗ് കയറ്റി വെച്ച് തന്നു എനിക്ക്. ഞാൻ അന്തം വിട്ട് നിൽക്കുക. എന്നോട് പറഞ്ഞു അവിടെ ഇരുന്നോളാൻ പറഞ്ഞു, ഈ ബസ് ഇപ്പോൾ എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ കയറി കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ ആൾ കയറി കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ള സീറ്റൊക്കെ കിട്ടി. ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന് ഞാൻ പിന്നെയും ചിന്തിക്കുക, ദൈവമേ ഞാൻ ഇനി വീട്ടിൽ പോയി എന്തോ ചെയ്യും, ഇനി എനിക്ക് ഇങ്ങോട്ട് തിരിച്ച് പ്രവേശനം ഉണ്ടോ, എന്നേക്കുമായിട്ട് ഈ വാതിൽ എൻ്റെ മുന്നിൽ അടഞ്ഞു പോയേക്കുമല്ലേ. എന്നിരുന്നാലും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് പോണേക്കാൾ മുമ്പ്, അതായത് പ്രവാസി വന്നേക്കാൾ മുമ്പ് പറഞ്ഞത്, നീ ഇവിടെ തന്നെ നിൽക്കണം, നീ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇനി നിന്നെ ഇങ്ങോട്ടുള്ള പ്രവേശനം നിനക്ക് ഇനി ചിലപ്പോൾ ഇനി കിട്ടിയെന്ന് വരത്തില്ല, എന്ത് പ്രശ്നം വന്നാലും നീ ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവ് പോയിട്ടുള്ളത്. ഞാനതെല്ലാം എന്താ പറയുക, എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ലല്ലോ, ആ വാക്ക് കൊടുത്തത് എനിക്ക് പാലിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ നിൽക്കുക. ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുക. അതെല്ലാം എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോവുക. അങ്ങനെ ഒരു വലിയ വിധേനയും ഞാൻ പെരുമ്പാവൂർ. അപ്പോൾ എൻ്റെ നാടെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് ഒരു മഴ അങ്ങ് പെയ്തു കേട്ടോ. അന്നത്തെ ഒരു ദിവസം നവംബർ 24, 2018 ആ സമയം തോന്നുന്നു. അതെ അന്നാണ്. അപ്പോൾ ഞാൻ ഇന്നും ആ ഡേറ്റ് ഓർത്തിരിക്കുന്നു കേട്ടോ. ഒരു മഴ അങ്ങ് പെയ്തു എൻ്റെ നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ. ഞാൻ ആ മഴ നനഞ്ഞ്, കാരണം കുടയില്ല, ഞാൻ ആ മഴയും നനഞ്ഞ് ബാഗ് ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുക, വിറങ്ങലിച്ച് കിട്ടിക്കിട്ടിക്കിട്ടെന്ന് വിറങ്ങലിച്ച്. അപ്പോൾ എൻ്റെ അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പെരുമ്പാവൂരിൽ കൂട്ടാൻ. ഞാനിങ്ങനെ വിറച്ച് നിൽക്കുക. അപ്പോൾ അച്ഛൻ എന്നെ വന്ന് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി കേട്ടോ. അച്ഛൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. 2 ദിവസം ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പിന്നെ ഞാൻ മെല്ലെ എന്താ പറയുക, എൻ്റെ ആ ട്രോമയും ആ പ്രശ്നങ്ങളും എല്ലാം മാറിക്കിട്ടി തുടങ്ങി കേട്ടോ. കാരണം എനിക്ക് നേരെ എൻ്റെ വീട്ടിൽ ബാത്റൂമിൽ പോവാം, നേരെ ആഹാരം കഴിക്കാം എന്നാരും തുറച്ചു നോക്കത്തില്ല. ചിലപ്പോൾ കഞ്ഞിയായിരിക്കും ഉള്ളത്, പക്ഷെ എനിക്ക് ധൈര്യമായിട്ട് എനിക്ക് ആ കഞ്ഞി കഴിക്കാം. എൻ്റെ വിശ്വാസം ഉണ്ടല്ലോ, എൻ്റെ ആ വിശ്വാസം, എൻ്റെ എല്ലാ വിശ്വാസം നഷ്ടപ്പെട്ടു. ദൈവത്തിലുള്ള എൻ്റെ സകല വിശ്വാസം എനിക്ക് മതിയായി. എന്തിനാ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നേ എന്നുള്ളൊരു ചിന്തയെ ഞാൻ പിന്നീട് ഒരിക്കലും ദൈവത്തിൽ വിശ്വസിച്ചിട്ടില്ല കേട്ടോ. ദൈവത്തിലും വിശ്വസിച്ചിട്ടില്ല, മതത്തിലും വിശ്വസിച്ചിട്ടില്ല, ഒന്നിനും ഞാൻ വിശ്വസിക്കാൻ പോയില്ല. പിന്നെ അങ്ങ് വർഷങ്ങൾ കഴിഞ്ഞു പോയി. ഞാൻ ഇവിടെ വന്നു. കുറേ വർഷങ്ങൾ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി കേട്ടോ. 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞ് ഞാൻ അവിടെ വന്നു, 3 വർഷം കഴിഞ്ഞ്, 4 വർഷം കഴിഞ്ഞ്, 5 വർഷം കഴിഞ്ഞ്, 6ാമത്തെ വർഷമാണ് എനിക്ക് 5ാമത്തെ വർഷം ആണ് എനിക്ക് കുഞ്ഞുണ്ടാവുന്നത്. അതെ, 5ാമത്തെ വർഷം തന്നെ. അപ്പോഴും എന്നെ നോക്കാൻ ആരുമൊന്നുമില്ല. ഞാൻ ഗർഭിണിയായി, ഞാൻ ജോലിക്ക് പോകും, 9 മാസം വരെ ജോലി ചെയ്തു. കൊച്ചുണ്ടാവുന്നതിൻ്റെ അന്ന് 2 ദിവസം മുമ്പ് ലീവ് എടുത്ത് കൊച്ചുണ്ടായി, തിരിച്ച് 2 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജായി വീട്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊരാളെ വെച്ചത് കേട്ടോ, എന്നെ നോക്കാനൊക്കെ. ഒരു ചേച്ചി, ആദ്യം ഒരാളെ വെച്ച് നമുക്ക് ഓക്കെ ആയില്ല, പിന്നെ 2ാമതൊരു ചേച്ചി വന്നു എന്നെ നോക്കാൻ. അന്നേരം ആ ചേച്ചിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, മോളെ പ്രാർത്ഥിക്കണം, നീ പ്രാർത്ഥിക്കണം കേട്ടോ. എൻ്റെ വിഷയങ്ങളെല്ലാം ഞാൻ പറയുമായിരുന്നു. ഈ പ്രസവിച്ച് നോക്കാൻ വരുന്ന ചേച്ചിയുടെ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ, നമ്മൾ പെണ്ണുങ്ങളല്ലേ, സംസാരിക്കുന്ന കൂട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ആ ചേച്ചിയോട് പറഞ്ഞു, മോളെ നീ പ്രാർത്ഥിക്കണം, നീ ഒരു മതത്തിലും വിശ്വസിക്കണ്ട, നീ ദൈവത്തിൽ വിശ്വസിച്ചൂടെ, നീ ദൈവത്തെ ഓർത്ത് നീ പ്രാർത്ഥിക്കണം കേട്ടോ, ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞ് നീ പ്രാർത്ഥിക്കണം, എന്തായാലും ദൈവം നിനക്ക് നല്ലൊരു വഴി കാണിച്ചു തരും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. ആ ചേച്ചി 2 മാസം എൻ്റെ കൂടെ ശരിക്കും നിന്ന് നോക്കി. അതിനുശേഷം ചേച്ചി പോയി വരലായി. എന്നിട്ട് ചേച്ചീനെ കാണിക്കാൻ ഞാൻ പറയും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ചേച്ചി എന്ന് പറയും.
ചേച്ചി എനിക്ക് കൊന്തയും ഒക്കെ കൊണ്ട് തരുമായിരുന്നു. അപ്പോൾ ഞാൻ പറയും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ നല്ല പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. അതുപോലെ വചനങ്ങളൊക്കെ എനിക്ക് അയച്ചു തരും. ചേച്ചി ക്രിസ്ത്യൻ വിശ്വാസത്തിലാണ്. അതെല്ലാം ഞാൻ കേൾക്കും. ചേച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കും കേട്ടോ, വെറുതെ കേൾക്കും. ചേച്ചി അയച്ചിരുന്ന വചനങ്ങളും കാര്യങ്ങളും നൊവേനയും എല്ലാം ഞാൻ കൂടിയെന്ന് പറയും, കൂടത്തില്ല ഞാൻ കേട്ടോ. അങ്ങനെ ഇരിക്കെ പോകെ ചേച്ചി വന്നിരുന്ന് കുറച്ച് നേരം എന്നെ ഇങ്ങനെ പറഞ്ഞു തരും പ്രാർത്ഥനകൾ. അപ്പം ഞാനതിങ്ങനെ ഏറ്റുചൊല്ലും. എന്നെ കുളിപ്പിക്കുന്ന നേരത്ത്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന നേരത്ത്, കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കൊച്ചിൻ്റെ തലയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കും. എൻ്റെ അമ്മയുടെ പ്രായമുണ്ട് ചേച്ചിക്ക്. അന്നേരം ഞാൻ എൻ്റെ അമ്മയാണ് ചേച്ചിയിലെ കാണുന്നത്. എപ്പോഴും ആ ചേച്ചി വരുമ്പോൾ എൻ്റെ അമ്മയാണ് ആ ചേച്ചിയുടെ മുഖത്ത് കാണുന്നത്. ചേച്ചി എൻ്റെ അമ്മയുടെ കൂട്ട് തന്നെ ഇരിക്കുകയും ചെയ്യുക. അപ്പം എനിക്കങ്ങ് അത് ഓക്കെ ആയി. കാരണം എൻ്റെ അമ്മയാണ്. എനിക്ക് വർഷങ്ങളായിട്ട് അമ്മയായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. അപ്പോൾ എൻ്റെ അമ്മയാണ് എനിക്ക് ഈ ചേച്ചി കാണുന്നത്. അപ്പോൾ ഈ ചേച്ചി പറയുന്ന എല്ലാം അനുസരിക്കണം എന്നുള്ളൊരു ഇതായി എനിക്ക്. കാരണം എൻ്റെ അമ്മ പറയുമല്ലേ, എൻ്റെ അമ്മ പറയുമ്പോൾ എനിക്ക് അനുസരിച്ചല്ലേ പറ്റത്തുള്ളൂ. ഞാൻ ഈ വൈരാഗ്യവും ദേഷ്യവും എല്ലാം അങ്ങ് മറന്നു കേട്ടോ. ഇവരെന്നോട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ദൈവത്തിൽ പോലും വിശ്വാസം ഇല്ലാണ്ടായിപ്പോയി. ദൈവത്തിനെ പോലും കുറ്റക്കാരനാക്കാൻ കാരണം ഇത്രയും എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടാണ്. ലാസ്റ്റ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു മതവും ഇല്ലാണ്ട്, എന്താ പറയുക, ഒരു മതത്തിൻ്റെ ബ്രാൻഡുകളിൽ ഞാൻ വിശ്വസിക്കാണ്ട് ഞാൻ ദൈവത്തോട് സംസാരിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. അന്നുമില്ല എനിക്ക് വിശ്വാസമുണ്ട്. ഇപ്പം എനിക്ക് എൻ്റെ മോക്കിപ്പോൾ 1.5 വയസ്സ് കഴിഞ്ഞ്. ഇപ്പം ഞാൻ വിശ്വസിക്കാറുണ്ട്, ദൈവത്തിൽ പ്രാർത്ഥിക്കാറുണ്ട്, എൻ്റെ കാര്യങ്ങൾ പറയാറുണ്ട്. എനിക്ക് സംസാരിക്കാൻ ഒരാൾ, എനിക്ക് തുറന്ന് സംസാരിക്കാൻ, എൻ്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അടുത്ത് അത് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ കുറേ ഫ്രീ ആവുന്നുണ്ട്, മൈൻഡ് ഫ്രീ ആവും എൻ്റെ. അപ്പോൾ എനിക്കത് ഓക്കെയാണ്. എനിക്ക് വേറെ ആരും വേണ്ട, അല്ലെങ്കിൽ ഒരാൾ വേണം എന്നെ കേൾക്കാനൊരു നിർബന്ധവും എനിക്കില്ല. അപ്പോൾ അതെനിക്കൊരു ആശ്രയമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിൽ. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നീട് ഞാൻ ദൈവവിശ്വാസത്തിൽ ഒരു പള്ളിയിലൊന്നും പോകത്തില്ല കേട്ടോ. പള്ളിയിൽ പോകത്തില്ല, അമ്പലത്തിൽ പോകത്തില്ല. എൻ്റെ ഓർമ്മ ശരിയാണ്, ഒരു തവണയും കണ്ടാണ് ഞാൻ കുഞ്ഞുണ്ടായ പിന്നെ അമ്പലത്തിൽ പോയിട്ടുള്ള ഒറ്റ തവണ. പള്ളി പോകാൻ ഞാൻ നോക്കിയിരുന്നു 1-2 തവണ. പിന്നെ ഞങ്ങൾ താമസിക്കുന്നതിൽ ഒരുപാട് ദൂരെയാണ് പള്ളി. അതുകൊണ്ട് ഞാൻ പിന്നെ വല്ലാണ്ടൊന്നും ട്രൈ ചെയ്തില്ല. എനിക്ക് വീട്ടിലിരുന്നിട്ട് എനിക്കിത് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തോട് ഇത് പറയുമ്പോൾ എനിക്കിത് ഓക്കെയാണ്. ഞാൻ സംസാരിക്കുക ചെയ്യാറ്, അല്ലാണ്ട് വല്ലാണ്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ കരഞ്ഞ് വിളിക്കാറൊന്നുമില്ല. വിശ്വാസമുണ്ട് എനിക്ക്, പക്ഷെ അന്ധവിശ്വാസവും ഇല്ല. ദൈവത്തിൽ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാണ്, എന്ത് പണിയും ചെയ്യാൻ തയ്യാറാണ്, എന്ത് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വന്ന കാര്യങ്ങളെല്ലാം പിന്നീട് നല്ലതായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് ഒരു ബ്രാൻഡ് മതത്തിലൊന്നും ദൈവത്തോർത്ത് വിശ്വസിക്കാണ്ടിരിക്കുക. എൻ്റെ ഹസ്ബൻഡിൻ്റെയൊക്കെ വീട്ടിൽ TPM എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, ഒരു മതത്തിൻ്റെ ഒരു ബ്രാൻഡിലാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും ഞാൻ കുറ്റം പറയത്തില്ല. പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പ്രാർത്ഥന അങ്ങ് മൂത്ത് പ്രാന്തായി മാറരുത് പ്രാർത്ഥന. അപ്പോഴാണ് പ്രശ്നങ്ങൾ വരിക. അപ്പോൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരും. എല്ലാവരും ഒരേ മൈൻഡ് അല്ല. അതുമാത്രമല്ല, എല്ലാവരും ഒരേ ഏജ് ഗ്രൂപ്പല്ല. എല്ലാവരും ഒരേ ഏജ് കാറ്റഗറി ആണെങ്കിൽ പിന്നെ ഒന്നുമില്ല. എന്താ പറയുക, വയസ്സായ ആൾക്കാരൊക്കെ കാശിക്ക് പോണക്കാൻ പിന്നെ രാമാന്ന് ചൊല്ലുമെന്ന് പറയത്തില്ലേ. എന്താ പറയുക, പിന്നെ അവർക്കൊന്നും ചിന്തിക്കാനൊന്നും ഇല്ലല്ലോ. പിന്നെ ദൈവമേ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചാട്ടെ എന്നുള്ള രീതിയിലുള്ള പ്രാർത്ഥനയിലല്ലേ ഉള്ളത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒക്കെ അമ്മ എന്ന് പറഞ്ഞാൽ എബോവ് 55-60 ആണ്. അവർക്കിനി ഒന്നുമില്ല. പക്ഷേ എനിക്ക് അപ്പോഴും ചെറുപ്പമാണ്. എനിക്ക് ലൗകിക ജീവിതമൊന്നും വെടിഞ്ഞ് ദൈവത്തിൽ മാത്രം പുണ്യം തേടേണ്ട ആവശ്യം അപ്പോഴും ഇല്ല. ഞാൻ എൻ്റെ ജീവിതം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ചെറുപ്പ പ്രായമാണ്. അപ്പോൾ അവരെ പോലെ ഞാൻ പ്രാർത്ഥിക്കണമെന്നോ, അല്ലെങ്കിൽ അവരെ പോലെ ഞാൻ അങ്ങ് വിശ്വസിച്ച് വലിയ ദേവതയാവണമെന്നൊന്നും ആഗ്രഹിക്കുന്ന അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കൊരു മകനോ മകളോ ഉണ്ടെങ്കിൽ അവരുടെ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ ഞാനങ്ങനെ നിർബന്ധിച്ചൊരു മതത്തിൽ ചേർന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാന്നേ മതത്തിൽ ഒരു ചേർക്കേണ്ട കാര്യം എന്തുവാന്നേ? എന്തോ അത് അങ്ങനെ ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തോ വിശ്വാസികളുടെ എണ്ണം കൂട്ടേണ്ട കാര്യമൊന്നുമില്ല. പ്രാർത്ഥിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എന്തോ റിലീഫ് കിട്ടുന്നുണ്ട്. അതും ഞാൻ ഗ്യാരണ്ടി പറയാം കേട്ടോ. അപ്പോൾ എനിക്കിതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് കേട്ടോ. പിന്നെ ഐശ്വര്യ എൻ്റെ മകളാണ് കേട്ടോ. മകൾക്ക് ഞാൻ ജാതിയോ മതമോ ഒന്നും വെച്ചിട്ടില്ല. അത് ഞങ്ങളുടെ രണ്ടുപേരും തീരുമാനമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ടൊരു പേരായിട്ടത്. എനിക്ക് പോലും ഇഷ്ടപ്പെട്ടൊരു പേരല്ല ഞാൻ ഇട്ടത് എൻ്റെ മോൾക്ക്. എൻ്റെ ഹസ്ബൻഡിന് പറഞ്ഞൊരു പേരാ ഐശ്വര്യ. അതൊരു മതത്തിൻ്റെയോ ജാതിയുടെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല കേട്ടോ. ഒരു ആചാരം എൻ്റെ ഒരു മതത്തിൻ്റെയോ
ജാതിയുടെ പേരിൽ ഇന്ന് വരെ ഐശ്വര്യക്ക് നടത്തിയിട്ടില്ല ഞങ്ങൾ. അവൾക്ക് ഇഷ്ടമുള്ള മതം അവൾക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം. 18 വയസ്സാകുമ്പോഴോ അല്ലെങ്കിൽ ഇനി സ്കൂളിൽ പോകുമ്പോൾ ആരെങ്കിലും അനുകരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, ഇനി ഇപ്പം മുസ്ലിം മതമാണെങ്കിലും ഹിന്ദു മതമാണെങ്കിലും ക്രിസ്ത്യൻ മതമാണെങ്കിലും ഏതാണല്ലോ അവൾ തിരഞ്ഞെടുത്തോട്ടെ. ഇനി അല്ലെങ്കിൽ അവൾക്ക് ഇനി മാറി മാറി മതങ്ങൾ സ്വീകരിക്കണമെങ്കിൽ അതായിക്കോട്ടെ, അല്ലെങ്കിൽ എല്ലാം പഠിക്കണമെങ്കിൽ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഒരു മതവും എൻ്റെ മകൾക്ക് ഇന്ന് വരെയും ചേർത്തിട്ടില്ല. അവളെ സ്വതന്ത്രമായിട്ടാണ് വളർത്തുന്നത്. കെട്ടിയിട്ട് വളർത്തേണ്ട ആവശ്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല. അവൾ വളരട്ടെ, വളർന്നിട്ട് അവൾക്ക് എന്താണോ ഇഷ്ടം അത് തീരുമാനിക്കട്ടെ എന്നുള്ളൊരു ചിന്താഗതിയിലാണ് വളർത്തുന്നത്. ഒരു മതം ഒരു ചങ്ങലയാവരുത്, എന്താ പറയുക, എവിടെയും തളച്ചിടുന്ന ഒരു ഇതാവരുത് ആർക്കും. എനിക്ക് സംഭവിച്ച പോലെ ആർക്കും സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു അനുഭവം പങ്കുവച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അനുഭവം കേട്ടതിൽ വിഷമമായോ സങ്കടമായോ ഒന്നും എനിക്കറിയത്തില്ല. എന്തായാലും കേട്ടവർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്, എന്നെ കേട്ടല്ലോ നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ടാറ്റാ ബൈ, ഓക്കെ, സീ യു.